So, okay, students. So, class തുടങ്ങുന്നതിന് മുന്നേ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, so I told you to revise yesterday's class. ചെയ്തായിരുന്നോ? റിവിഷൻ ചെയ്തായിരുന്നോ? ഇന്നലെ ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തായിരുന്നോ? റിവൈസ് ചെയ്തായിരുന്നോ? യെസ് ഓർ നോ? എത്ര പേര് റിവൈസ് ചെയ്തു? ഓക്കെ, ലിസൺ. സോ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് വീക്കാണിത്. സോ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഈ ഒരു പ്രാക്ടീസ്, ഓക്കെ, ഈ ഒരു അതായത് പുതിയതായിട്ട് നമ്മളൊരു ശീലം ആക്കുവാണ്, റൈറ്റ്? സോ ഗേറ്റ് പ്രിപ്പറേഷൻ തുടങ്ങി ആദ്യത്തെ വീക്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. ഓക്കെ, സോ ആദ്യത്തെ വീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം നിങ്ങളൊരു ഹാബിറ്റ് ഫോം ചെയ്യുവാണ്. ഓക്കെ, സോ നിങ്ങൾ അതിനുവേണ്ടി കറക്റ്റ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു സ്ലോട്ട് അലോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ സ്ലോട്ടിൽ നല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, വേറെ ഫോണും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ്റെ പുറകിൽ പോവാണ്ട് ആ ഇരിക്കുന്ന അത്രയും സമയം ക്വാളിറ്റി സമയമായിരിക്കണം. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, സോ റിവിഷൻ ചെയ്യാനും പറഞ്ഞായിരുന്നു. അതുകൂടാണ്ട് ഞാൻ ഇന്ന് അതാണ് രണ്ടാമത്തെ കാര്യം. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഹോംവർക്ക് ഷീറ്റ് തരും. ഓക്കെ, ഹോംവർക്ക് ഷീറ്റ് PDF ആയിട്ട് ഞാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിടും. ഓക്കെ, സോ ഈ ഹോംവർക്ക് പ്രോബ്ലംസ്, ഈ ഷീറ്റിൽ തന്നേക്കുന്ന ഹോംവർക്ക് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അതുകൊണ്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ഹോംവർക്ക് പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, ഈ ഹോംവർക്ക് പ്രോബ്ലം, ഈ PDF നമ്മുടെ സാധാരണ ക്ലാസ് ടൈമിങ്സ് അനൗൺസ് ചെയ്യുന്ന ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും നമ്മൾ ഈ PDF ഇടുന്നത്. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇടും. സോ ഈ ഹോംവർക്ക് പ്രോബ്ലംസിൽ അതിൻ്റെ ഓരോ ചോദ്യം, ഒരു 6-7 ചോദ്യങ്ങളുണ്ട്. 7 ചോദ്യങ്ങളിൽ ഓരോ ചോദ്യത്തിൻ്റെയും താഴെ തന്നെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടേ ഉള്ളേ. ആൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സൊല്യൂഷൻ കൊടുത്തിട്ടില്ല. ആൻസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സൊല്യൂഷൻ കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ 7907810920. ഓക്കെ, എൻ്റെ പേര് നിതിൻ. ഓക്കെ, സോ 7907810920. ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ക്വസ്റ്റ്യൻസും ആൻസർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻസർ മാത്രമേ ഉള്ളൂ, സൊല്യൂഷൻ ഡീറ്റെയിൽ സ്റ്റെപ്സ് ഇല്ല. ഓക്കെ, സോ നിങ്ങൾ ട്രൈ ചെയ്യണം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ എന്നെ വിളിക്കാം. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, മൂന്നാമത്തെ കാര്യം നാളെ ഒരു ടെസ്റ്റ് കാണും. ഓക്കെ, നാളെ ഒരു ടെസ്റ്റ് കാണും. അതായത് ഇന്നലെയും ഇന്നും പഠിപ്പിച്ച ടോപ്പിക്സ് ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ആയിരിക്കും. സോ സെയിം ഗേറ്റ് ഇൻ്റർഫേസ് ആയിരിക്കും കേട്ടോ. ഗേറ്റ് ഇൻ്റർഫേസ് ആയിരിക്കും. അതായത് ഫൈനൽ ഗേറ്റ് എക്സാം എങ്ങനെ ആയിരിക്കുമോ ഇൻ്റർഫേസ് അതായിരിക്കും. ഓക്കെ, ഞാനിപ്പം 2 ക്ലാസ്സിൽ തന്നെ എനിക്ക് കൂടുതൽ ടഫാക്കാൻ പറ്റത്തില്ല. ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആ ഗേറ്റ് എക്സാമിൻ്റെ ഒരു ഫീല് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗേറ്റ് യൂസർ ഇൻ്റർഫേസ് എങ്ങനെ ആയിരിക്കും, ഓക്കെ, അതിനകത്തിൽ ക്വസ്റ്റ്യൻസിലൂടെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, ഓക്കെ, ആ കാര്യങ്ങളുടെ ഒരു ഫീല് തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ 2 ക്ലാസ്സും നിങ്ങളൊന്ന് പഠിച്ച് വരുമ്പോഴത്തേക്കിന് കോൺസെപ്റ്റ്സ് ഒന്ന് എത്രത്തോളം മനസ്സിലായെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാളത്തെ ടെസ്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ്. ഓക്കെ, സോ 45 മിനിറ്റ്സ് ആയിരിക്കും ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, 45 മിനിറ്റ്സ് ആയിരിക്കും ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ. അതിൽ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ലിങ്ക് തരും, ടെസ്റ്റിൻ്റെ ലിങ്ക് തരും. ഓക്കെ, നിങ്ങൾ ആദ്യം നാളെ സാധാരണ സമയത്ത് നമ്മുടെ ഗൂഗിൾ മീറ്റിൽ വന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ, ജോയിൻ ചെയ്യുമ്പോഴത്തേക്കിന് ഞാൻ ആ എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. ഓക്കെ, സോ അതിനകത്തിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡും. ഓക്കെ, സോ നാളെയും കൊണ്ട് ഫ്രീ ക്ലാസ് തീരുവാണ്. ഓക്കെ, നാളെയും കൊണ്ട് നമ്മുടെ ഫ്രീ ക്ലാസ് തീരുവാണ്. സോ അതിന് മുന്നേ എല്ലാ സ്റ്റുഡൻസിനും ഗേറ്റിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ഒരു ഫീല് തരാൻ വേണ്ടിയിട്ട്, അതാണ് ഉദ്ദേശം. ഓക്കെ, സോ യൂസർ നെയിമും പാസ്വേഡും ഇപ്പം എൻ്റെ പേര് നിതിനാണ്. ഓക്കെ, നിതിനാണെന്നുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സോ എല്ലാം സ്മോൾ ആണ്. ഓക്കെ, എല്ലാം സ്മോൾ ആണ്. അതുപോലെ തന്നെ രണ്ടും സെയിം ആണ്, യൂസർ നെയിമും പാസ്വേഡും. നിങ്ങളുടെ പേര് തന്നെയാണ് നിങ്ങളുടെ പാസ്വേഡ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, ഞാൻ നാളത്തെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാനിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. യൂസർ നെയിമും പാസ്വേഡും സെയിം ആയിരിക്കും. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു നാവിഗേഷൻ
ബോക്സ് ഉണ്ട്. ഓക്കെ, അതിനകത്തിൽ ഓരോ നമ്പേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിലും ആദ്യം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ ഞാനിപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 4ാമത്തെ ക്വസ്റ്റ്യനിലൂടെ, അപ്പോൾ എനിക്ക് അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ എനിക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ നാവിഗേഷൻ വിൻഡോ വെച്ചിട്ട്. ഓക്കെ, സോ ഇവിടെ താഴെ ഒരു ബോക്സ് കാണും, നാവിഗേഷൻ ബോക്സ് കാണും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇത് ഒന്ന് ടെസ്റ്റ് ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണും. ഓക്കെ, വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണും. സോ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇപ്പം നമ്മൾ ആക്ച്വലി ഈ ടെസ്റ്റ് സീരീസ് ഒരു ഡെസ്ക്ടോപ്പിലാണ്, ഫൈനൽ ഗേറ്റ് എക്സാം ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ പോർട്ടലും നമ്മൾ ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ മൊബൈലിൽ എഴുതുമ്പോഴത്തേക്കിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗൂഗിളിൻ്റെ അതായത് മെയിൻ വിൻഡോ ഉണ്ടല്ലോ, ആ മെയിൻ വിൻഡോൻ്റെ അവിടെ ഒരു 3 ഡോട്ട്സ് കാണും. ഓക്കെ, 3 പാരലൽ ഡോട്ട്സ് കാണും. സോ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഡെസ്ക്ടോപ്പ് വ്യൂ കാണും. ഓക്കെ, ഡെസ്ക്ടോപ്പ് വ്യൂ. ഓക്കെ, സോ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണോ വ്യൂ കിട്ടുന്നത് അതേ വ്യൂ നമുക്ക് മൊബൈലിലും കിട്ടും. ഓക്കെ, സോ ഇത് അത്യാവശ്യമാണ് കേട്ടോ, ഇത് അത്യാവശ്യമായിട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ, ഓക്കെ, നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. ഓക്കെ, ഡെസ്ക്ടോപ്പ് വ്യൂ, അതായത് നിങ്ങളുടെ ആ മെയിൻ വിൻഡോയിൽ 3 ഡോട്ട്സ് കാണും. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഡെസ്ക്ടോപ്പ് വ്യൂ കാണും. ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഇട്ടിട്ട് മാത്രമേ എക്സാം എഴുതാവുള്ളൂ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കാരണം നമ്മൾ ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് പോർട്ടൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ മസ്റ്റായിട്ട് ഇടണം. ഓക്കെ, ഇത് ഇൻസ്ട്രക്ഷൻസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ. ഓക്കെ, സോ 3 കാര്യങ്ങൾ ഐ ഹോപ്പ് യു ഹാവ് റിവിസിറ്റഡ് യെസ്റ്റർഡേസ് ക്ലാസ്. ഓക്കെ, റിവൈസ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ സെക്കൻഡ് ഈസ് അബൌട്ട് ഹോംവർക്ക് PDF. ഓക്കെ, ഇതും വാട്സാപ്പ് PDFൽ വരും. ഇതിനകത്ത് ആൻസർ മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്തോണം. ഓക്കെ, സോ നാളത്തെ ക്ലാസ്സിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. ഞങ്ങൾക്ക് ഗേറ്റിൻ്റെ ആ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ 2 ദിവസം ഞങ്ങൾക്ക് പഠിപ്പിച്ച കോൺസെപ്റ്റ്സ് എത്രത്തോളം മനസ്സിലായെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബേസിക് ടെസ്റ്റാണ്. ഓക്കെ, ബേസിക് ടെസ്റ്റാണ്. അപ്പോൾ മെയിനായിട്ടും ഈ 2 ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡും ഇത് ചോദിച്ച് പിന്നെയും ആരും, ഓക്കെ, ഞാൻ വീണ്ടും ഈ ഇൻസ്ട്രക്ഷൻസ് നാളെയും റിപ്പീറ്റ് ചെയ്യും. പക്ഷേങ്കിൽ ഇത് മനസ്സിൽ വെച്ചോളൂ, യൂസർ നെയിമും പാസ്വേഡും നിങ്ങളുടെ പേര് തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തേത് ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഇടാൻ മറക്കരുത്. ഓക്കെ, ആൻഡ് ഓൾസോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണും. അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. ഒരു ക്വസ്റ്റ്യനും കാണും, 4 ഓപ്ഷൻസും കാണും, ABCD എന്ന്. ഓക്കെ, ഏതെങ്കിലും ഒരു ആൻസർ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ, ഒരു ചോദ്യം തന്നു, എന്നിട്ട് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് തന്നു. ഓക്കെ, സോ അത് നിങ്ങൾ അവിടെ ആ ന്യൂമറിക്കൽ വാല്യൂ നിങ്ങൾ എൻ്റർ ചെയ്യണം. ഓക്കെ, സപ്പോസ് സേ ഫോർ എക്സാമ്പിൾ 24.67 ആണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണെന്ന് വിചാരിക്കാം. റൈറ്റ്, സോ യു ഹാവ് ടു എൻ്റർ ദം. Okay, you have to enter this value 24.67 എന്ന് എൻ്റർ ചെയ്യണം. ഓക്കെ, സോ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നാളത്തെ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും. സോ ഫൈനൽ ഗേറ്റിൽ വരുമ്പോഴത്തേക്കിന് ഇത് 2 കൂടാണ്ട് യു ഓൾസോ ഹാവ് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസും ഉണ്ട് ആക്ച്വലി ഗേറ്റിൽ. നാളത്തെ എക്സാമിൽ ഞാൻ ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. MCQസിന് മാത്രമാണ് നെഗറ്റീവ് മാർക്കിംഗ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ തെറ്റുവാണെന്നുണ്ടെങ്കിൽ -1/3, 2 മാർക്ക് ക്വസ്റ്റ്യൻ തെറ്റുവാണെന്നുണ്ടെങ്കിൽ -2/3. റൈറ്റ്, സോ ദിസ് ഈസ് അബൌട്ട് നെഗറ്റീവ് മാർക്കിംഗ്. ഓക്കെ, സോ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് നാളത്തെ ടെസ്റ്റിലില്ല. പക്ഷേങ്കിൽ ഫൈനൽ ഗേറ്റിൽ ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ, ഈ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ഇന്നത്തെ ക്ലാസ് ബേസ് ചെയ്തിട്ടാണ്, ഇന്നത്തെ ഹോംവർക്കും ഇന്നത്തെ ക്ലാസ് ബേസ് ചെയ്തിട്ടാണ് നാളത്തെ ടെസ്റ്റും. സോ ലിസൺ ടു ദ ക്ലാസ് വെരി കെയർഫുള്ളി. സോ ഇതാണ് എൻ്റെ നമ്പർ കേട്ടോ.
idana ende number, so you can call me at any time, okay, not after 10, okay, not after 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാവിലെയും ക്ലാസ് ഉണ്ട്, ഓക്കെ, രാവിലെയും ക്ലാസ് ഉണ്ട്. അപ്പം ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഫോർ 10 o'clock, okay. So yesterday we have seen the difference between EMF and potential difference, okay. EMF and potential difference ഞാൻ നല്ല ക്ലിയർ ആയിട്ട് എക്സാമ്പിൾ എടുത്ത് ഞാൻ കാണിച്ചതാണ്. EMF and potential difference, okay. So are they same? Potential difference and EMF, are they same? Same ആണോ? രണ്ടും same ആണോ? No, right? So we have seen the difference yesterday, okay. Now, so ഞാൻ പറഞ്ഞായിരുന്നു yesterday I have clearly shown you the current flow, okay. കറണ്ട് എങ്ങനെയാണ് കണ്ടക്ടേഴ്സിൽ ഫ്ലോ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇന്നലെ 3 കേസസ് എടുത്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു, right? So also we have concluded that there is a linear relationship between current density and electric field intensity, okay. Current density, so ആ പോയിന്റിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാൻ പോവാണ്. So current density, ഇന്നലെ towards the end I have rushed a bit, so ഞാൻ ആ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാൻ പോവാണ്, ഓക്കെ. സോ ഈ കൺക്ലൂഷനിൽ നിന്ന് തന്നെ തുടങ്ങാൻ പോവാണ്. സോ കറന്റ് ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇത് നമ്മൾ ഇന്നലെ ഈ എക്സാമ്പിളിൽ നിന്ന് ആ 3 കേസസിൽ നിന്ന് ഇതായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്തത്, right? So I am replacing the proportionality with a proportionality constant. Say proportionality constant is equal to conductivity ആണ്, right? Proportionality constant is equal to conductivity ആണ്, right? So നോക്കിക്കേ, now I want you to tell me the units of, നോക്കിക്കേ, units of current density പറഞ്ഞേ, units of current density പറഞ്ഞേ, units of current density പറഞ്ഞേ, units of current density ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ, okay, ampere per meter square. Units of electric field intensity, volt per meter, okay. Units of electric field intensity is volt per meter, okay. So I told you that this is nothing but the Ohm's law in field theory, right? So conductivity is nothing but is given by n q mu n. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. So conductivity is directly proportional to n. Conductivity is directly proportional to the mobility of the charge carriers. So therefore, നോക്കിക്കേ, conductivity is something which is medium dependent, okay. It is something which is medium dependent, okay. It completely depends on the medium. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇന്നലെ സിൽവറിന്റെ കേസ് എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് out of the conductors, silver has a most highest conductivity ഞാൻ പറഞ്ഞായിരുന്നു, right? ഒരു എക്സാമ്പിൾ എടുത്താൽ ഞാൻ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും അതുപോലെ തന്നെ അണ്ടർ ദ സീ ബെഡ്, ഐ ഹാവ് ടോൾഡ് യു ദ ഡിഫറൻസ്, okay. So conductivity or mobility depends on the medium എന്ന് പറഞ്ഞായിരുന്നു, right? So since conductivity is function of mobility, obviously conductivity is also medium dependent, right? So is also medium dependent. So ഇതിപ്പോൾ ഞാൻ ഒരു പ്ലോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ് കിട്ടുന്നതെന്നുള്ളത് നോക്കാം, okay. എന്താണ് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. So this is your x axis and this is your y axis. So on the x axis I will mark electric field intensity and on the y axis I will mark current density, right? So നോക്കിക്കേ, so this is x axis and this is y axis. So therefore നോക്കിക്കേ, y equal to mx line ആണ്, right? So ഇത് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് what do you get? എന്താണ് കിട്ടുന്നത്? when you plot this, എന്താണ് കിട്ടുന്നത്? You get a straight line, which is y equal to mx line. It passes through y equal to mx line. It passes through y equal to mx line. Origin, right? It passes through origin. അല്ലേ? y equal to x line നിങ്ങൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് this is y equal to x. y equal to 2x ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? The same line with നോക്കിക്കേ, slope is equal to 2. Right? ഇവിടെ സ്ലോപ്പ് എത്രയാണ്? 2. ഇവിടെ സ്ലോപ്പ് എത്രയാണ്? 1 ആണ്, right? So therefore j equal to sigma e ഞാൻ പ്ലോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ you will get a straight line which is passing through origin, okay, which is passing through origin, right? Where the slope of this line, പറഞ്ഞേ, what is the slope of this line? പറഞ്ഞേ, what is the slope of this line? What is the slope of this line? Sigma, right? So sigma, right, which is conductivity, right? So this is nothing but the Ohm's law in field theory, okay. ഈ കൺക്ലൂഷനിലോട്ട് എങ്ങനെ എത്തിയെന്നുള്ളത് നമുക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടും. ലിസൺ, what do you find in textbooks? ടെക്സ്റ്റ് ബുക്സിൽ നിങ്ങൾക്ക് എന്തായിരിക്കും
Okay, so textbooks you find this definition. Okay, textbooks you find this definition. So okay, this is your conductor. This assume that this is a conductor with the finite resistance. With the finite resistance. Okay, this is what you find in textbooks. Okay, so the moment you connect a battery, I have taken a conductor with finite resistance and now I have connected a battery. Okay, the moment you connect a battery, an axial electric field will be developed along the length of the conductor, right? And we know that conductors are rich in conductors charge carriers are electrons, free electrons, right? So the moment you connect the battery, in that all the electrons are negatively charged, right? So all these electrons will be all these electrons will be attracted towards the positive terminal of the battery, right? All these electrons will be attracted towards positive terminal of the battery, and as you increase the magnitude of the battery, എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കേ, more and more number of electrons will be crossing this cross section, right? അത് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു എനർജി ബാൻഡ് ഡയഗ്രാം ഞാൻ ഇന്നലെ ഇവിടെ കാണിച്ചായിരുന്നു. ആൻഡ് ഓൾസോ ഐ ടോൾഡ് യു ദാറ്റ് you won't find these diagrams in any of your textbooks, right? So ഇത് energy band diagram ആണ്. ഇത് എവിടെയും കാണാൻ കിട്ടത്തില്ല. Just to make you understand the flow of electrons ഞാൻ ഇത് വരച്ചു എന്നേ ഉള്ളൂ. Okay, now here ഇവിടെ നോക്കിക്കേ, so ഇവിടെ this is what you find in textbooks. Okay, electrons get attracted to positive terminal of the battery, so therefore നോക്കിക്കേ, so flow of electrons constitutes current, right? So electrons are moving from നോക്കിക്കേ, if I mark this as left end of the conductor and right end of the conductor, പറഞ്ഞ electrons are moving from എവിടുന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? electrons are moving from എവിടുന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? right to left. Okay, electrons are moving from right to left, right? So the current constituted by this electron flow will be from left to right, right? So this is a standard convention which is followed worldwide. Okay, this is a standard convention. അതായത് നോക്കിക്കേ, the current direction is always assumed to be opposite to that of electron flow. Electrons are flowing in this direction, but the current due to this electron flow is assumed to be opposite to that of the electron flow. Okay, opposite to that of the electron flow. So current എവിടുന്ന് എങ്ങോട്ടേക്കാണ്? current ഇങ്ങനെയാണ് flow ചെയ്യുന്നത്, right? current ഇങ്ങനെയാണ് flow ചെയ്യുന്നത്. നോക്കിക്കേ, flow of electrons or rate of change of electrons constitutes current, നമുക്കറിയാം. So what does this negative sign imply? This negative sign implies that എന്താണ്? current due to this electron flow will be opposite to that of the electron flow. Okay, so this is one thing that you have to understand. ഇത് ഇന്നലെ പറയാൻ സമയം കിട്ടിയില്ലായിരുന്നു ഏറ്റവും അവസാനം ആയപ്പോഴത്തേക്കിന്. So this is a very very important point. Okay, this is a very very important point. Okay, now please copy this. Okay, പക്ഷേങ്കിൽ നമ്മൾ എഴുതുമ്പോഴത്തേക്കിന് ലെസൺ ഇറ്റ് ഇസ് ബൈ ഡിഫോൾട്ട് അണ്ടർസ്റ്റുഡ്. നമ്മൾ എല്ലാ കേസിലും ഈ നെഗറ്റീവ് സൈൻ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? കാരണം we know that the charge of electron is -1.6 into 10⁻⁻19 coulomb, right? So ഇത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ബിക്കം പോസിറ്റീവ്, റൈറ്റ്? സോ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല, റൈറ്റ്? എല്ലാ പ്രാവശ്യവും കറണ്ട് മനസ്സിലായോ? ഇത് ജസ്റ്റ് ഡെഫിനിഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഇത് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ കറന്റ് വിൽ ഓൾവേസ് ബി ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ്. സോ J is equal to sigma E എന്ന് പറഞ്ഞു. ഓക്കെ, നൗ കറന്റ് ഡെൻസിറ്റി നമുക്ക് ഓരോ ടേമിൻ്റെയും യൂണിറ്റ്സ് നമുക്കറിയാം. കറന്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്സ് അറിയാം. ഇറ്റ് ഇസ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ കറന്റ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ദ കറന്റ് ക്രോസിംഗ് ദിസ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ, അതിനെയാണ് കറന്റ് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്, റൈറ്റ്? സോ therefore this is nothing but current divided by area of cross section, right? is equal to conductivity and electric field intensity നിങ്ങൾ പറഞ്ഞത് units is volt per meter, right? So ഞാൻ പറഞ്ഞായിരുന്നു നോക്കിക്കേ, as soon as you connect the battery an axial electric field will be developed along the length of the conductor എന്ന് പറഞ്ഞു. If L is the length of the conductor, then what will be
the electric field intensity parne. What will be the electric field intensity parne? What will be electric field intensity? Electric field intensity എന്തായിരിക്കും? V by L ആയിരിക്കും, right? V by L, right? So now what I'm going to do is I'll regroup the terms. അതായത് V is equal to something into I, right? So I'll send this L to the numerator and I'll send the sigma to the denominator, right? So ഇതാണ് നമുക്ക് കിട്ടുന്നത്, right? This is what we get, right? So ഇതിനെയാണ് അവർ they have called it as നോക്കിക്കേ. So it നോക്കിക്കേ, look at the terms നോക്കിക്കേ. L is length of the conductor, A is area of the cross section of the conductor, sigma ഞാൻ പറഞ്ഞു it is material dependent എന്ന് പറഞ്ഞു, right? So this is something which is dependent on the material, this is something which is dependent on the conductor, right? So therefore നോക്കിക്കേ, this they call it as resistance offered by the conductor, okay? Resistance offered by the conductor. So V equal to Ri, okay? V is equal to Ri, and this is nothing but your Ohm's law in circuit theory. Ohm's law in circuit theory. സാധാരണ നെറ്റ്വർക്ക് തിയറി തുടങ്ങുന്നത് ഈ പോയിന്റിൽ നിന്നാണ്, ഓക്കെ? പക്ഷേങ്കിൽ ഞാൻ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്, ഓക്കെ, ടു make you understand passive sign convention. Passive sign convention ലോട്ടാണ് ഞാൻ എത്തുന്നത്. Before that, if someone asks you, okay, ഇത് Ohm's law ന്റെ equation ആണ്, okay? So if someone asks you define Ohm's law or statement of Ohm's law നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ how do you give the statement of Ohm's law? പറഞ്ഞേ എന്തായിരിക്കും പറയുന്നത്? കോപ്പി ചെയ്ത് കഴിഞ്ഞോ? ഇത് ഇത്രയും കോപ്പി ചെയ്ത് കഴിഞ്ഞോ? യെസ് ഓർ നോ? കോപ്പി ചെയ്തോളൂ, പെട്ടെന്ന് കോപ്പി ചെയ്തോളൂ. ഓക്കെ. സോ സേ ഇൻ്റർവ്യൂവിൽ നിങ്ങളോട് ചോദിക്കുവാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓംസ് ലോ, അപ്പോൾ നിങ്ങൾ എന്ത് പറയും? എന്തായിരിക്കും പറയുന്നത്? വോൾട്ടേജ് across a two-terminal resistor is directly proportional to പറഞ്ഞേ, is directly proportional to voltage across a two-terminal resistor is directly proportional to current flowing through it, okay? Current flowing through it. Is this correct? Is this statement correct? Parne, is this statement correct? Yes or no? Is statement correct ano? Yes or no? Listen. This statement is incorrect. Okay, this statement is correct only if you add this sentence എന്താണ്? At a constant temperature, okay? At constant temperature. നാളെ നിങ്ങളോട് ഇന്റർവ്യൂവിൽ ചെന്നിട്ട് സ്റ്റേറ്റ് ഓംസ് ലോ എന്ന് പറയുമ്പോഴത്തേക്കിന് ലിസൺ, ഇഫ് യു മിസ് ദിസ് സെന്റൻസ് ഒബ്വിയസ്ലി നോക്കിക്കേ അവർ accept ചെയ്യത്തില്ല. Listen, this sentence has a huge significance, okay? So this Ohm's law, okay, Ohm's law is valid at a constant temperature, only at constant temperature. So obviously നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചോദ്യം വരും, sir, what happens when temperature increases or decreases? Okay, what happens when temperature increases or decreases? അതായിരിക്കും അടുത്ത ചോദ്യം, right? So okay, ആ question ഞാൻ address ചെയ്യാം. So before that I want you to plot the VI characteristics of a resistor, okay? VI characteristics of a resistor. So this resistor, okay, this is the resistance offered by the conductor, okay? This is the resistance offered by the conductor to the flow of electrons, right? So ഞാൻ പറഞ്ഞായിരുന്നു we have assumed a conductor with finite resistance എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, right? So this is a resistance offered by the conductor to the flow of electrons, right? Now I want you to plot the VI characteristics of a resistor, okay? Resistor VI characteristics ഒന്ന് plot ചെയ്ത് x-axis എന്താണ് പറഞ്ഞേ? x-axis എന്താണ്? ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത്? The voltage across a two-terminal resistor is directly proportional to current flowing through it. So x-axis എന്താണ്? x-axis ഞാൻ ഏത് വേരിയബിൾ ആണ്? x-axis പറഞ്ഞേ, x-axis current. Current.
ഓക്കെ, എല്ലാവരും വോൾട്ടേജ് ആണ് പറയുന്നത്. നോക്കിക്കേ, വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഓക്കെ, സോ കറണ്ട് കൂടുന്നതനുസരിച്ച് ദ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. സോ വിച്ച് ഈസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഹിയർ? Voltage across a resistor is dependent on current flowing through the resistor. Obviously നോക്കിക്കേ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്? കറണ്ട് ആണ്. കറണ്ട് കൂടുന്നതനുസരിച്ചാണ് വോൾട്ടേജ് കൂടുന്നത്, right? So voltage is dependent, the drop across the resistor is dependent on current flowing through it. So obviously current is an independent variable and independent variable should be on the x-axis, right? So V equal to Ri. V equal to Ri. If I replace this proportionality with a proportionality constant, സാധാരണ നെറ്റ്വർക്ക് തിയറി ഈ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്, right? So listen, ഒരു സ്റ്റുഡൻറ്റിനോട് ഇസ്രോയിൻ്റെ ഇൻ്റർവ്യൂവിൽ ചെന്നപ്പോഴത്തേക്കിന് ഓംസ് ലോ ചോദിച്ചു. ഓംസ് ലോ ചോദിച്ചപ്പോഴത്തേക്കിന് V equal to IR എന്നാണ് പറഞ്ഞത്. സ്റ്റുഡൻറ്റ് V equal to IR എന്നാണ് പറഞ്ഞത്, റൈറ്റ്? സോ അവിടെ ഇരിക്കുന്ന സയൻറ്റിസ്റ്റ്, അവിടെ പാനലിലുണ്ടായിരുന്ന ആൾക്കാർ, ദേ ഹാവ് argued that V equal to IR is wrong എന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റുഡൻറ്റിനോട് ചോദിച്ചത് ഇതായിരുന്നു, V equal to, അതായത് ഓംസ് ലോയിൻ്റെ ഈക്വേഷൻ ആയിരുന്നു ചോദിച്ചത്. സോ സ്റ്റുഡൻറ്റ് പറഞ്ഞത് V equal to IR ആണ്. ഓക്കെ, സോ അവിടെയുള്ള പാനൽ മെമ്പേഴ്സ് എല്ലാവരും ഇത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. സോ വാട്ട് ഈസ് ദ റീസൺ? വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും റീസൺ? എന്തായിരിക്കും? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കേട്ടോ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പറഞ്ഞു, ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആൻഡ് ദെൻ ഓൺ ദ ബോർഡ് ഹി ഹാസ് റിട്ടൺ ദിസ് ഈക്വേഷൻ V equal to IR. V equal to IR എന്നാണ് എഴുതിയത്. ആൻഡ് പാനൽ മെമ്പേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് നിഖിൽ ദാസ്, very good. Shane, very good. Listen, so when you replace the proportionality sign with a proportionality constant, the constant should be placed right after the equality sign. Okay, the constant R should be placed right after the equality sign. Okay, so V equal to Ri is the correct representation of Ohm's law. പക്ഷേങ്കിൽ നിങ്ങളുടെ ലോക്കൽ ടെക്സ്റ്റുകളിലെല്ലാം V equal to IR കാണും, റൈറ്റ്? സോ ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഓക്കെ, നിങ്ങൾ ഓരോ സബ്ജക്റ്റിൻ്റെയും റെഫറൻസ് ടെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇൻ്റർവ്യൂസിൽ പോകുമ്പോഴത്തേക്കും നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഏത് ടെക്സ്റ്റാണ് റെഫർ ചെയ്തതെന്നുള്ളത്. ഓക്കെ, സോ ഇന്നലെ ഞാനത് പറയാൻ വിട്ടുപോയി. സോ നെറ്റ്വർക്ക് തിയറീൻ്റെ ഇവിടെ എഴുതാം. സോ നെറ്റ്വർക്ക് തിയറീൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് ആദ്യത്തേത് നെറ്റ്വർക്ക് അനാലിസിസ് ബൈ M.E. Van Valkenburg. M.E. Van Valkenburg. നെറ്റ്വർക്ക് തിയറിയുടെ തലതൊട്ടപ്പൻ എന്ന് പറയാം. ഓക്കെ, M.E. Van Valkenburg. ഓക്കെ, പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ, PDF അവൈലബിൾ ആണ്. M.E. Van Valkenburg. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വായിക്കാൻ താല്പര്യമുള്ളപ്പോഴത്തേക്കും എടുത്ത് വായിക്കാം. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴെങ്കിലും ഫുള്ള് വായിക്കണം, ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഈ PDF അയച്ചു തരാം. ഓക്കെ, സോ അതുപോലെ തന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് സർക്യൂട്ട് അനാലിസിസ് ബൈ ഹെയ്ത്ത് ആൻഡ് കെമ്മർലി. ഓക്കെ, ഹെയ്ത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ EMFT പഠിച്ചാണ്. ഹെയ്ത്ത് സാദിക്കു ആണ് ഏറ്റവും ബേസിക് ടെക്സ്റ്റ് EMFT പഠിക്കാനായിട്ട്. ഹെയ്ത്തിൻ്റെ തന്നെ EMFTയുടെ ബുക്കും ഉണ്ട്. സോ ആ ഓതറിൻ്റെ തന്നെ സർക്യൂട്ട് അനാലിസിസും ഉണ്ട്. സോ സെക്കൻഡ് ഇതാണ് ഹെയ്ത്ത് ആൻഡ് കെമ്മർലി. ഓക്കെ, എഞ്ചിനീയറിംഗ് സർക്യൂട്ട് അനാലിസിസ് ബൈ ഹെയ്ത്ത് ആൻഡ് കെമ്മർലി. ഓക്കെ, മൂന്നാമത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒത്തിരി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോം സീരീസ് ഉണ്ട്. ഓക്കെ, ഷോം സീരീസ്, അതായത് ഇതിനകത്ത് ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, സോ ഞങ്ങൾ തരുന്ന ഹോംവർക്ക് പ്രോബ്ലംസും ടെസ്റ്റ് സീരീസും മെറ്റീരിയലിലെ പ്രോബ്ലംസും ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോം സീരീസ് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ അത് കഴിയുമ്പോഴത്തേക്കിന് ലെസൺ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് ഞാൻ സാധാരണ ലോക്കൽ ടെക്സ്റ്റ് ബുക്സ് അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേങ്കിൽ ദിസ് ഈസ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് NIT കാലിക്കറ്റിലെ എൻ്റെ സാറായിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഇലക്ട്രിക് സർക്യൂട്ട് അനാലിസിസ്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ട് അനാലിസിസ് by K.S. Suresh Kumar.
ഓക്കെ, അടിപൊളി ബുക്കാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണ്, ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നെറ്റ്വർക്ക്സ് മുഴുവൻ പഠിപ്പിച്ചേക്കുന്നത്. അടിപൊളി ബുക്കാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈബ്രറിയിൽ കാണാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിക് സർക്യൂട്ട് അനാലിസിസ് ബൈ കെ എസ് സുരേഷ് കുമാർ. ഓക്കെ, അടിപൊളി ബുക്കാണ്. ഓക്കെ, സോ ഓക്കെ, ഇതാണ് നിങ്ങളുടെ നെറ്റ്വർക്ക് തിയറീൻ്റെ റെഫറൻസ് ടെക്സ്റ്റുകൾ ഇതാണ്. സോ ഇത് നിങ്ങളോട് ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് എഴുതിക്കോളൂ, പെട്ടെന്നൊന്ന് കോപ്പി ചെയ്ത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ V ഈക്വൽ ടു IR ഈസ് ടെക്നിക്കലി സ്പീക്കിംഗ് ഇറ്റ് ഇസ് റോങ്. ഓക്കെ, സോ ഗേറ്റിൽ ആരും ചോദിക്കത്തില്ല V ഈക്വൽ ടു RI വെച്ചിട്ടാണോ V ഈക്വൽ ടു IR വെച്ചിട്ടാണോ പ്രോബ്ലം സോൾവ് ചെയ്തതെന്ന്, അത് ആരും ചോദിക്കത്തില്ല. ഓക്കെ, ഇൻ്റർവ്യൂസിൽ ചോദിക്കും. Okay, interviews ചോദിക്കും. Okay, understand that this is the correct representation. V equal to RI is the correct representation. എന്താണ്, how do you justify it? എന്താണ്, the constant should be placed right next to the equality sign. Okay, so ഇതിപ്പം y axis, this is y axis and this is x axis, and നോക്കിക്കേ, so again y equal to mx line ആണ്. So this is a straight line passing through origin. So what is the slope of this line? What is the slope of this line? Okay, y equal to mx. So slope of the line is equal to parne slope of the line is equal to r, right? Slope is equal to r. Okay, so now we'll come back to this question. Adayathu I told you that the Ohm's law is valid only at constant temperature എന്ന് പറഞ്ഞു. It is valid only at constant temperature. So what happens when temperature varies? അതാണ് ചോദിക്കുന്നത്. Okay, so what happens when temperature increases? പറഞ്ഞേ, what happens when temperature increases? പറഞ്ഞേ, what happens? So ഇനി ഞാൻ എഴുതാൻ പോകുന്ന ഫ്ലോ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് what happens when temperature increases? What happens to the electrons in the electrons? They acquire this extra thermal energy. Okay, they acquire the energy. Okay, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് ടെമ്പറേച്ചർ കൂട്ടുമ്പോഴത്തേക്കിന് ഹീറ്റ് എനർജി കൂടുവാണ്. ആസ് എ റിസൾട്ട് ഇലക്ട്രോൺസ് എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് absorbs energy. Okay, electrons absorbs energy, right? As a result എന്താണ് സംഭവിക്കുന്നത്? Electrons they try to move faster. Okay, they try to move faster, right? So നോക്കിക്കേ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കണ്ടക്ടേഴ്സ് ആർ റിച്ച് ഇൻ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു, right? Now due to increase in temperature electrons absorbs energy and electrons they try to move faster, right? As a result of this നോക്കിക്കേ, when they try to move faster what happens? It results in collisions, right? ആര് തമ്മിലാണ് collisions പറഞ്ഞേ? collisions between electrons and atoms, right? atoms നോക്കിക്കേ, ഇത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്, right? atoms നോക്കിക്കേ, so ഫ്രീ ഇലക്ട്രോൺസും കാണും നമുക്ക്. നോക്കിക്കേ, when an atom loses an electron it becomes ion, right? So the collision will be between free electrons and ions. Okay, the collision will be between free electrons and ions, right? So collision increase ചെയ്യുമ്പോഴത്തേക്കിന് what happens to their ability to move freely? എന്താ സംഭവിക്കുന്നത്? what happens to their mobility when collision increases? what happens to their mobility? A decrease, right? So mobility decrease, right? അതായത് their ability to move freely decreases, right? So when collision increases mobility to move freely decreases. Okay, so mobility decrease ചെയ്യുമ്പോൾ what happens to the average velocity of the electrons? what happens to the average velocity of the electrons? എന്താണ് സംഭവിക്കുന്നത്? it decreases, right? So average velocity decrease ചെയ്യുവാണ്. So what happens to their kinetic energy? എന്തായിരിക്കും? what happens to the kinetic energy of the electrons? പറഞ്ഞേ, what happens to kinetic energy of the electrons? decrease, right? So kinetic energy decrease ആവും. So kinetic energy decrease ആവുമ്പോൾ പറഞ്ഞേ, kinetic energy, listen, we know that, okay, we have concluded that the kinetic energy of the electrons will decrease, right? Also we know that energy
can neither be created nor be destroyed. Neither be created nor be destroyed. Neither be created nor be destroyed. Right? So kinetic energy കുറയുന്നുണ്ട്. Okay, so this lost kinetic energy will be this lost kinetic energy will be converted, will be dissipated in the form of എന്താണ് പറഞ്ഞേ, this lost kinetic energy will be dissipated in the form of heat energy. Right? ഞാൻ എന്താണ് പറഞ്ഞത് നോക്കിക്കേ, സോ കൈനറ്റിക് എനർജി കുറയുമെന്ന് പറഞ്ഞു. ഓക്കെ, കൈനറ്റിക് എനർജിയിൽ കുറയുന്നുണ്ട്. സോ ദിസ് ലോസ്റ്റ് കൈനറ്റിക് എനർജി വിൽ ബി ഡെസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഞാൻ ഒന്നും കൂടി കാണിക്കാം. സോ ദിസ് ലോസ്റ്റ് കൈനറ്റിക് എനർജി വിൽ ബി ഡെസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ആൻഡ് നോക്കിക്കേ, ഓൾറെഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, എന്നിട്ട് നോക്കിക്കേ കൊലിഷൻസ് കാരണം എന്താണ് സംഭവിക്കുന്നത്, there will be a decrease in kinetic energy, and this decrease in kinetic energy, the lost kinetic energy will be dissipated in the form of, because energy can neither be created nor be destroyed. Right? So therefore this lost kinetic energy will be converted, will be dissipated in the form of heat energy, so thereby increasing the temperature further. Okay, thereby increasing the temperature further. Right? So അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ഫ്ലോ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും കൂടി ഈ ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. ഓക്കെ, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്താണ് സംഭവിച്ചത്, the electrons acquire extra thermal energy, they acquire extra energy. So as a result they try to move faster. Right? So when they try to move faster, it results in collisions between free electrons and ions. Right? Between free electrons and ions. Right? So collisions കൂടുമ്പോൾ നോക്കിക്കേ, collisions കൂടുവാണ്, നിങ്ങൾ തിരക്കുള്ള റോഡിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്? സോ collisions കൂടുവാണ്. സോ collisions കൂടുമ്പോഴത്തേക്കിന് your ability to move freely decreases. Right? So therefore mobility decreases. Okay, mobility decreases. So obviously average velocity of electrons inside the conductor decreases. Right? So therefore average velocity, this velocity I'll call it as drift velocity. Okay, drift velocity. Okay, so velocity which is under the influence of external force. Okay, a velocity which is under the influence of external force. ഇവിടെ ആരാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്, നമ്മുടെ ബാറ്ററിയാണ്. ഓക്കെ, നമ്മുടെ ബാറ്ററിയാണ് ഈ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നത്. റൈറ്റ്? സോ ബാറ്ററിയാണ് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നത്. സോ therefore നോക്കിക്കേ, ദിസ് വെലോസിറ്റി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി നോക്കിക്കേ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് ഡിക്രീസസ്. റൈറ്റ്? സോ എനർജി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. റൈറ്റ്? സോ എനർജി നോക്കിക്കേ കുറയുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, ദിസ് ലോസ്റ്റ് കൈനറ്റിക് എനർജി ഈസ് ഡെസിപ്പേറ്റിംഗ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി. റൈറ്റ്? thereby increasing the temperature further. Okay, thereby increasing the temperature further. Right? ഈ ഫ്ലോ എല്ലാവർക്കും ഓക്കെ ആണോ? യെസ് ഓർ നോ? ഈ ഫ്ലോ എല്ലാവർക്കും മനസ്സിലായോ? യെസ് ഓർ നോ? ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തോളൂ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഈ ഫ്ലോ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ഈ ഫ്ലോയിൽ നോക്കിക്കോണം, ഈ ഫ്ലോയിൽ ഐ ഹാവ് മെയ്ഡ് എ പോയിന്റ്. ഓക്കെ, ഈ ഫ്ലോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് മൊബിലിറ്റി ഡിക്രീസ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, മൊബിലിറ്റി ഡിക്രീസ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. സോ മൊബിലിറ്റി ഡിക്രീസ് ആവുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു കണ്ടക്ടിവിറ്റി? പറഞ്ഞേ, വാട്ട് ഹാപ്പൻസ് ടു കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി എന്താ സംഭവിക്കുന്നത്? പറഞ്ഞേ. കണ്ടക്ടിവിറ്റി ഓൾസോ ഡിക്രീസസ്, കാരണം കണ്ടക്ടിവിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് മൊബിലിറ്റി. Right? So mobility decrease ആവുമ്പം conductivity decrease ആവും. Conductivity decrease ആവും. Right? Conductivity decrease നോക്കിക്കേ, conductivity decrease ആവുമ്പോൾ what happens? So I am going to define a new term, അതായത് reciprocal of conductivity. എന്താണ് reciprocal of conductivity? എന്താണ് പറഞ്ഞേ? Reciprocal of conductivity, resistivity. Right? Reciprocal of conductivity resistivity ആണ്. Right? And I will represent this resistivity with a rho. Okay, rho ആണ്. Okay, so ഞാൻ ഇവിടെ resistance നോക്കിക്കേ, resistance നമ്മൾ എന്താണെന്ന് പറഞ്ഞു? L by sigma A എന്ന് പറഞ്ഞു. Resistance is equal to L by sigma A എന്ന് പറഞ്ഞു. Right? So reciprocal of conductivity നോക്കിക്കേ, reciprocal of conductivity, now I will represent it with rho. Okay, rho L by A. Okay, so this is nothing but the expression for resistance of a material. Okay, resistance of a material. Okay, so please remember this, R is equal to rho L by A. I hope all of you know this equation. Okay, R is equal to rho L by A. Okay, ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത് നോക്കിക്കേ, so mobility decrease ആവുന്നുണ്ട്. mobility decrease ആവുമ്പം conductivity decrease ആവും. conductivity decrease ആവുമ്പോൾ what happens to resistivity?
resistivity, what happens to resistivity? Increase ചെയ്യും. Okay, resistivity increase ചെയ്യും, right? So resistivity നോക്കിക്കേ, resistivity increase ചെയ്യുമ്പോൾ what happens to resistance? Resistance നമുക്കറിയാം R is equal to rho L by A ആണ്, rho L by A ആണ്. So resistivity increase ചെയ്യുമ്പോൾ what happens to resistance? Resistance also resistivity increase ചെയ്യുവാണ്. So resistance increase ചെയ്യുന്നുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് എന്താണ് സംഭവിക്കുന്നത്? കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ അതുകൊണ്ടാണ് ഓംസ് ലോ നിങ്ങൾ എപ്പം ഡിഫൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദിസ് സെൻറ്റൻസ്, അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. Okay, at constant temperature the voltage across a resistor is directly proportional to the current flowing through it. Okay, so if you fail to mention this sentence, okay, ഇത് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ your statement is incorrect. Okay, your statement, Ohm's law in the statement incorrect ആണ്. There is a huge significance to this sentence. Okay, so Ohm's law is valid only and only at constant temperature. Okay, so ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. Okay, so this is the effect of temperature on the resistance of conductor. Okay, so effect of temperature on the resistance of, okay, or effect of temperature on the resistance. Okay, so effect of temperature on the resistance. Okay, so temperature increase ചെയ്യുമ്പോൾ resistance of കണ്ടക്ടറും കൂടി ഇൻക്ലൂഡ് ചെയ്യാം, കാരണം സെമി കണ്ടക്ടറിൻ്റെ കേസിൽ അത് വേറെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ത് പറ്റി പിള്ളേർ? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ലിസൺ. ഓക്കെ, ഇത് കോപ്പി ചെയ്തല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാമല്ലോ അല്ലേ? Listen. So listen. So this is your resistor. Okay. ഞാൻ സെയിം 1 ohm റെസിസ്റ്റർ. ഓക്കെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. റെസിസ്റ്ററിൻ്റെ യൂണിറ്റ്സ് എന്താണ്? റെസിസ്റ്ററിൻ്റെ യൂണിറ്റ്സ് എന്താണ് പറഞ്ഞേ? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്സ് എന്താണ്? ഓം ആണ്. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്സ് നമുക്കറിയാം ഓം ആണ്. ഓക്കെ, സോ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ടെൽ മി ദ യൂണിറ്റ്സ് ഓഫ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്സ് ഒന്ന് പറഞ്ഞേ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്സ് ഒന്ന് പറഞ്ഞേ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്സ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്സ് എന്താണ് നോക്കിക്കേ? ഫ്രം ദിസ് ഈക്വേഷൻ ഐ ക്യാൻ റൈറ്റ് റോ ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, ആർ ഇൻറ്റു എ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, സോ ആർ ഇസ് ഈക്വൽ ടു റോ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, സോ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്സ് നമുക്കറിയാം ഓംസ് ആണ്. ഓക്കെ, ഓംസ് ആണ്. കാരണം നോക്കിക്കേ, ഓം എന്താണ്? വി ഈക്വൽ ടു ആർ ഐ ആണ്. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. സോ വി ബൈ ഐ അതായത് വോൾട്ട് പെർ ആംപിയർ, ഇതിനെയാണ് ഓംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ദ സയന്റിസ്റ്റ് ഓം. ഓക്കെ, സോ നോക്കിക്കേ, വി ബൈ എ വോൾട്ട് പെർ ആംപിയർ. വോൾട്ടേജിന്റെ യൂണിറ്റ്സ് വോൾട്ട് ആണ്, കറണ്ടിന്റെ യൂണിറ്റ്സ് ആംപിയർ ആണ്. സോ therefore this ratio വോൾട്ട് പെർ ആംപിയർ is nothing but ohm. It is named after the scientist ohm. Okay, it is named after the scientist ohm. Okay, so നോക്കിക്കേ, ഇതിന്റെ യൂണിറ്റ്സ് ഓം ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ യൂണിറ്റ്സ് പറഞ്ഞേ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ യൂണിറ്റ്സ് ലിസൺ, എൻ്റെ ക്ലാസ്സിൽ ഓരോ ടേമിനും യൂണിറ്റ്സ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. Okay, so area of cross section, this will be meter square. And നോക്കിക്കേ, ലെങ്ത്തിന്റെ യൂണിറ്റ്സ് എന്താണ്? മീറ്റർ ആണ്, റൈറ്റ്? സോ മീറ്റർ സ്ക്വയർ ആൻഡ് മീറ്റർ വിൽ ക്യാൻസൽ. നോക്കിക്കേ, ഇതിന്റെ യൂണിറ്റ്സ് ഓം ആണ്, ഇതിന്റെ യൂണിറ്റ്സ് മീറ്റർ ആണ്. സോ therefore റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്സ് എന്താണ്? ഓം മീറ്റർ ആണ്. Okay, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്സ് ഓം മീറ്റർ ആണ്. Now what will be the units of conductivity?
conductivity എന്താണ്? We know that the relation between conductivity and resistivity എന്താണ്? Reciprocal of resistivity is conductivity. Okay, reciprocal of resistivity is conductivity. Reciprocal of resistivity is conductivity. Right? Conductivity units, resistivity units നമുക്കറിയാം 1/ohm meter ആണ്. Right? So therefore units of conductivity is nothing but ohm meter inverse. Ohm meter inverse. Right? So ohm inverse per meter ആണ്, അഥവാ mho per meter ആണ്. Okay? So this is nothing but ohm inverse is nothing but mho. Okay? So ഈ mho, or it is also called mho or Siemens, right? Mho or Siemens, very good. Mho or Siemens. Okay, ഓരോ ടേമിൻ്റെയും യൂണിറ്റ്സ് വളരെ 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 അത്യാവശ്യമാണ്. ഓക്കെ, ഇതിനകത്തിലെ ഓരോ ടേം, ഈ ഇക്വേഷനിലെ ഓരോ ടേമിലെയും യൂണിറ്റ്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അങ്ങോട്ടേക്കുള്ള ജേർണിയിൽ യൂണിറ്റ്സ് പ്ലേ എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, സോ യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോണം, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്സ് ഓം മീറ്റർ ആണ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്സ് എന്തായിരിക്കും? 1/ohm മീറ്ററിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/ohm മീറ്ററിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിക്കേ, ഓം മീറ്റർ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, സോ നോക്കിക്കേ, ഓം മീറ്റർ ഹോൾ ഇൻവേഴ്സ്. സോ ദെയർഫോർ ഓം ഇൻവേഴ്സ് പെർ മീറ്റർ. ഓക്കെ, സോ ഓം ഇൻവേഴ്സിനെ ഞാൻ മോ എന്നാണ് വിളിക്കുന്നത്. റൈറ്റ്? മോ അല്ലെന്നുണ്ടെങ്കിൽ സീമെൻസ്. സോ ദെയർഫോർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്സ് എന്താണ്? ഇറ്റ് ഈസ് മോ പെർ മീറ്റർ ഓർ സീമെൻസ് പെർ മീറ്റർ. Siemens per meter. ഓക്കെ, വളരെ 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 അത്യാവശ്യമാണ്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ലിസൺ. സോ ഐ കൺസിഡർ 3 cases. 3 cases ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. ഓക്കെ, 3 cases ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ലുക്ക് അറ്റ് ദിസ്. So this is, just a minute. So this is, I am considering a 1 ohm resistance. Okay, 1 ohm resistance ആണ്. 3 കേസിലും ഞാൻ 1 ohm resistance ആണ് കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ്? സോ therefore ഓരോ കേസിലും ഞാൻ കണക്ട് ചെയ്യുന്ന ബാറ്ററി ശ്രദ്ധിക്കണം. സോ ഇൻ ദ ഫസ്റ്റ് കേസ് ഐ ആം കണക്ടിങ് എ ബാറ്ററി ഓഫ് 5 volts. സെക്കൻഡ് കേസിൽ ഐ ആം കണക്ടിങ് എ ബാറ്ററി ഓഫ് say 6 volts. Third case, say I am connecting a battery of 10 volts. Okay, 10 volts battery ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നോക്കിക്കേ, സോ നമ്മുടെ കണ്ടക്ടർ നോക്കിക്കേ, നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ എടുത്തത് എന്തായിരുന്നു? ഐ ഹാവ് യൂസ് എ കണ്ടക്ടർ. ഓക്കെ, കണ്ടക്ടർ ആൻഡ് ഐ ഹാവ് കണക്റ്റഡ് എ ബാറ്ററി. ഓക്കെ, സോ ഞാൻ പറഞ്ഞായിരുന്നു ദ റെസിസ്റ്റൻസ് ഓഫ് ദിസ് കണ്ടക്ടർ ഈസ് നത്തിങ് ബട്ട് ആർ. ഓക്കെ, ആ ആറിനെ നോക്കിക്കേ, ഐ ആം യൂസിങ്, അതായത് സർക്യൂട്ടിലോട്ട് ഞാൻ മാറ്റുവാണ്. സോ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഞാൻ ആർ എന്ന് വിളിക്കുകയാണ്. ആൻഡ് ദാറ്റ് റെസിസ്റ്റൻസ്, ദിസ് resistance of this conductor I am representing with this circuit symbol. Okay, resistance of this conductor I am representing with. Okay, so this is a circuit symbol of resistance. Okay, so ഇതിനെ തന്നെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. Okay, so this is nothing but the circuit corresponding to this model. Okay, so therefore this is a circuit representation of this setup. Okay, so ഇതിനെ തന്നെ ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. Okay, so ആദ്യം I have connected 5 volts, then 6 volts, then 10 volts. Okay, now listen carefully. നമുക്കറിയാം ഇലക്ട്രോൺസ്, അതായത് കണ്ടക്ടറിന്റെ കേസ് നമുക്കറിയാം, ഇലക്ട്രോൺസ് ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ. ആസ് സൂൺ ആസ് യു കണക്ട് ദ ബാറ്ററി, എന്താണ് സംഭവിക്കുന്നത്? an axial electric field will be developed along the length of the conductor. ഇത് നമ്മുടെ പ്രീവിയസ് ഡിസ്കഷനിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. Okay, now നോക്കിക്കേ, so the moment you connect this battery, എന്താണ് സംഭവിക്കുന്നത്? നോക്കിക്കേ, so this polarities, നോക്കിക്കേ, ഇവിടെ എന്ത് പൊളാരിറ്റി ആയിരിക്കും വരുന്നത്? പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ എന്ത് പൊളാരിറ്റി ആയിരിക്കും വരുന്നത്? പറഞ്ഞേ, ഇവിടെ എന്ത് പൊളാരിറ്റി ആയിരിക്കും വരുന്നത്? എന്ത് പൊളാരിറ്റി ആയിരിക്കും വരുന്നത്? at this end പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓബ്വിയസ്ലി പോസിറ്റീവ്. റൈറ്റ്? ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. റൈറ്റ്? നോക്കിക്കണം, ശ്രദ്ധിക്കണം. നോക്കിക്കേ, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് എ കണക്ടിങ് വയർ. ഓക്കെ, ഇത് നമ്മുടെ കണക്ടിങ് വയർസ് ആണ്. നിങ്ങൾ സർക്യൂട്ട് ലാബിൽ നിങ്ങൾ കോമ്പനൻസ്, അതായത് നിങ്ങളുടെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോമ്പനൻസ് മേടിക്കും, കൂട്ടത്തിൽ നിങ്ങൾ കണക്ടിങ് വയർസും കൂടി മേടിക്കും. Right? So this are nothing but the connecting wires. Okay, this are nothing but the connecting wires. Okay, so ini throughout our discussion, okay, നമ്മുടെ entire discussionൽ we will assume the connecting wires, okay, connecting wires as superconductors. Okay, connecting wires
as superconductors or perfect conductors. Okay, perfect conductors. So നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിളിൽ ഞാൻ എന്താണ് പറഞ്ഞത്, കണ്ടക്ടർ വിത്ത് ഫൈനൈറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, കണ്ടക്ടർ വിത്ത് ഫൈനൈറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, റൈറ്റ്. പക്ഷേങ്കിൽ ഇനി തൊട്ട് അതായത് നമ്മുടെ സർക്യൂട്ട്സിൽ ഈ കണക്റ്റിംഗ് വയർസ് ഉണ്ടല്ലോ, ദീസ് കണക്റ്റിംഗ് വയർസ് ഐ വിൽ അസ്യൂം ഇറ്റ് ആസ് സൂപ്പർ കണ്ടക്ടേഴ്സ്. സോ സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ കണ്ടക്ടിവിറ്റി എത്രയായിരിക്കും പറഞ്ഞേ എനിവൺ? സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കേസിൽ കണ്ടക്ടിവിറ്റി എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, സോ സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ ഇൻഫിനിറ്റി, കണ്ടക്ടിവിറ്റി ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും പറഞ്ഞ? റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി വിൽ ബി 0 ആയിരിക്കും, റൈറ്റ്. സോ റെസിസ്റ്റിവിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കണക്റ്റിംഗ് വയർസിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും, റൈറ്റ്. റെസിസ്റ്റൻസ് 0 ആണെന്നുണ്ടെങ്കിൽ what will be the drop? What will be the drop? What will be the drop along the connecting wire? What will be the drop along the connecting wire? 0 ആയിരിക്കും, റൈറ്റ്. സോ അതായത് കണക്റ്റിംഗ് വയർസിലൂടെ കറണ്ട് പോയാലും, ഓക്കെ, കറണ്ട് പോയാലും, connecting wires-ലൂടെ കറണ്ട് പോയാലും there will be no drop along the length of the connecting wire. Listen, very 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 important throughout our entire course. Okay, analog electronics ആയിക്കോട്ടെ, നെറ്റ്വർക്ക്സ് ആയിക്കോട്ടെ, ഈ നമ്മൾ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് തരുമ്പോഴത്തേക്കും നോക്കിക്കേ, സർക്യൂട്ട് തരുമ്പോഴത്തേക്കും you have to understand that these are the connecting wires and also നോക്കിക്കേ the voltage drop along the length of the connecting wire എന്തായിരിക്കും? 0 ആയിരിക്കും. Please copy this flow. Please copy this flow. എന്താണ് ഞാൻ പറഞ്ഞത്? connecting wires are assumed to be superconductors. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. സോ റെസിസ്റ്റിവിറ്റി എന്താണ്? റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി ആണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 1/σ, റൈറ്റ്. സോ ദിസ് ഇസ് 0. സോ റെസിസ്റ്റിവിറ്റി 0 ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ R is equal to rho L by A ആണ്. R is equal to rho L by A ആണ്, right. So rho 0 ആണ്, so therefore R 0 ആയിരിക്കും. So R 0 ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ റെസിസ്റ്റൻസ് 0 ആണ്. So obviously വോൾട്ടേജ് നമ്മൾ എന്താണ്? V equal to RI ആണ്, right. So R 0 ആണെന്നുണ്ടെങ്കിൽ obviously നോക്കിക്കേ there will be no drop along the length of the conductor. So what is the conclusion? Conclusion എന്താണ്? There will be no voltage drop. There will be no voltage drop along the length of connecting wire. Okay, along the length of connecting wire. Very 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 important. Okay, ഇനി ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യത്തില്ല, ത്രൂ ഔട്ട് ഈ എൻറ്റയർ കോഴ്സ് തീരുന്നിടം വരെ നോക്കിക്കേ. സോ കണക്റ്റിംഗ് വയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ there will be no drop along the length of the connecting wire. Okay, ഇത് മനസ്സിലായോ? യെസ് ഓർ നോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ലിസൺ. സോ ഓബ്വിയസ്ലി നോക്കിക്കേ, സോ voltage between these two nodes, നോക്കിക്കേ, voltage between these two nodes is 5 volt. ഇത് 5 volts ആണ്. Okay, so therefore നോക്കിക്കേ, ഇത് connecting wire ആണ്, ഇതും connecting wire ആണ്. So therefore നോക്കിക്കേ, ആ 5 volts will appear across the 1 ohm resistor. That 5 volt will appear across the 1 ohm resistor because the voltage drop along the length of the conductor, along the length of the connecting wire is 0, right. So therefore ഇവിടെയും 5 volt വരും, right. Yes or no? Yes or no? മനസ്സിലായോ? ഇത് ഞാൻ എഴുതിയത് മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. So what do you actually mean by this 5 volt? What do you actually mean by this 5 volt? ഈ 5 volt ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നോക്കിക്കേ, 5 joules of energy, നോക്കിക്കേ, 5 joules of energy is spent in carrying 1 coulomb of charge. Okay, നോക്കിക്കേ, നോക്കിക്കേ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, electrons are moving in this direction, right. So this battery is spending 5 joules of energy per 1 coulomb of charge. അതായത് ഇവിടുന്ന് 1 coulomb of charge നോക്കിക്കേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട്, അതായത് ഈ ഇലക്ട്രോൺസ്, ഈ 1 coulomb of ചാർജിനെ എനിക്ക് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് എനിക്ക് 5 joules of energy ആണ് വേണ്ടി വരുന്നത്, റൈറ്റ്. ഇവിടെ വരുമ്പോഴത്തേക്ക് 6 joules എന്ന് പറയും, 6 volt എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? 6 joules of energy is spent in moving 1 coulomb of charge from ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, റൈറ്റ്. സോ therefore നോക്കിക്കേ, സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് 6 joules of energy ആണ് വേണ്ടി വരുന്നത് 1 coulomb of chargeനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട്. നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് ഡിസ്പ്ലേസ്ഡ് എന്ന് ഞാൻ പറഞ്ഞു, ഇലക്ട്രോൺസ് ആർ മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഓൾവേസ് കോറിലേറ്റ് വിത്ത് ദിസ് എക്സാമ്പിൾ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ 10 volts ആണ്. 10 volts എന്ന് പറയുമ്പോഴത്തേക്കിന് 10 joules of energy, 10 joules of energy spent in moving 1 coulomb of charge from
this point to this point. Okay, so ഇവിടുത്തെ polarities എന്തായിരിക്കും 10 volts ആയിരിക്കും, ഇവിടുത്തെയും 6 volts ആയിരിക്കും, right? So therefore 1 volt എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും 1 joule of energy is spent in moving 1 coulomb of charge. Okay, 1 coulomb of charge, right? So നോക്കിക്കേ ഓരോ കേസിലും എനർജി കൂടി വരുവാണ്. നോക്കിക്കേ ഓരോ കേസിലും ഈ കേസിൽ 5 ആയിരുന്നു, ഈ കേസിൽ 6 ആണ്, ഈ കേസിൽ 10 ആണ്, right? So obviously നോക്കിക്കേ when the energy increases, so what happens to the number of electrons? പറഞ്ഞേ, what happens to the number of electrons crossing this, പറഞ്ഞേ, crossing this point, പറഞ്ഞേ, crossing this resistor? What happens to the number of electrons crossing this resistor when the നോക്കിക്കേ when the energy increases? You can clearly see that energy ഓരോ കേസിലും കൂടി വരുവാണ്, 5 to 6 to 10. Okay, ഓരോ കേസിലും എനർജി സ്പെൻഡ് ചെയ്തേക്കുന്നത് കൂടി വരുവാണ്. So what happens to the number of electrons crossing the resistance? What happens to the number of electrons? എനർജി കൂടുതലാണ്, എനർജി കൂടുതൽ സ്പെൻഡ് ചെയ്യുവാണ്. നോക്കിക്കേ ബാറ്ററി ഓരോ കേസിലും എനർജി കൂടുതൽ സ്പെൻഡ് ചെയ്യുവാണ്. ഓക്കെ, ആദ്യത്തെ കേസിൽ 5 ജൂൾസേ ഉള്ളൂ, രണ്ടാമത്തെ കേസിൽ 6 ജൂൾസ് ആണ്, മൂന്നാമത്തെ കേസിൽ 10 ജൂൾസ് ആണ്. സോ ഓബ്വിയസ്ലി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രോസിംഗ് ദിസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. നമ്പർ ഓഫ് ഇതിനകത്ത് സേ ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ എടുക്കുവാണ്, 100 ആണെന്ന് വിചാരിക്കാം, ഇതിനകത്ത് 1000 ആണെന്ന് വിചാരിക്കാം, ഇതിനകത്ത് 3000 ആണെന്ന് വിചാരിക്കാം, ജസ്റ്റ് നമ്പർ ആണ്. ഓക്കെ, സോ ഓബ്വിയസ്ലി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ what happens to the current? What happens to the current through them? കറണ്ട് എന്താവും ഓരോ കേസിലും കറണ്ട് ഓൾസോ ഗ്രാജുവലി ഇൻക്രീസസ്. നിങ്ങൾ ഇപ്പോൾ നോക്കിക്കേ ഓംസ് ലോ അപ്ലൈ ചെയ്തേ എന്താ കിട്ടുന്നത് നോക്കിക്കേ. സോ 5 വോൾട്ട്, സോ 5 വോൾട്ട് അക്രോസ് എ 1 ഓം റെസിസ്റ്റർ എന്തായിരിക്കും, 5 ആംപിയർ ആയിരിക്കും, റൈറ്റ്? ഇവിടെ എന്തായിരിക്കും, നോക്കിക്കേ 6 വോൾട്ട് അക്രോസ് 1 ഓം റെസിസ്റ്റർ, സോ therefore 6/1 is 6 amperes, right? 6 amperes ആണ്, റൈറ്റ്? ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കിക്കേ 10 വോൾട്ട് അപ്പിയറിംഗ് അക്രോസ് 1 ഓം, 10 volt appearing across 1 ohm is 10 amperes, right? So ഓരോ കേസിലും നോക്കിക്കേ ഓരോ കേസിലും നിങ്ങൾക്ക് എനർജി കൂടി വരുമ്പോൾ number of electrons crossing the resistance also increases. So obviously number of electrons കൂടുമ്പോൾ കറണ്ടും കൂടും. അതുകൊണ്ടാണ് നോക്കിക്കേ ആദ്യത്തെ കേസിൽ 5 amperes, രണ്ടാമത്തെ കേസിൽ 6 amperes, മൂന്നാമത്തെ കേസിൽ 10 amperes, right? 10 amperes ആണ് വന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കറണ്ട് ഓൾവേസ് നോക്കിക്കേ എങ്ങനെയാണ് ട്രാവൽ ചെയ്തത്, ഫ്രം ലെഫ്റ്റ്. സോ ദിസ് ഇസ് റൈറ്റ് ആൻഡ് ദിസ് ഇസ് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, സോ ഇതിനെ ഞാൻ തിരിച്ചു വെച്ചപ്പോഴത്തേക്കിന് ഇതിനെ ഞാൻ വെർട്ടിക്കലി തിരിച്ചു വെച്ചപ്പോഴത്തേക്കിന് നോക്കിക്കേ ഇതായിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഈ 3 കേസസിലും കറണ്ട് നോക്കിക്കേ ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലാണ് കറണ്ട് മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നോക്കിക്കേ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഓംസ് ലോ പറഞ്ഞിട്ട് ഐ വിൽ ബി കൺക്ലൂഡിങ് ദ പാസീവ് സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഞാൻ ഈ എക്സാമ്പിൾ വീണ്ടും ഇവിടെ എഴുതുവാണ്. ഓക്കെ, സോ ഈ എക്സാമ്പിൾ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ എഴുതുവാണ് കേട്ടോ, ഇവിടെ എഴുതുവാണ്. സോ therefore നോക്കിക്കണം, ശ്രദ്ധിക്കണം. സോ വി ഹാവ് എ 5 വോൾട്ട് സോഴ്സ്, ഓക്കെ, ആൻഡ് വി ഹാവ് എ 1 ഓം റെസിസ്റ്റൻസ്. ലിസൺ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു 15 മിനിറ്റ് യു ഹാവ് ടു ബി സൂപ്പർ ഫോക്കസ്ഡ്. ഓക്കെ, കംപ്ലീറ്റ് ഫോക്കസ് ഇവിടെ തന്നെ വേണം. വളരെ 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 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തേത് പാസീവ് സൈൻ കൺവെൻഷൻ, രണ്ടാമത്തേത് നോക്കിക്കേ KVL ആണ് പറയാൻ പോകുന്നത്. മൂന്നാമത്തേത് നോക്കിക്കേ ടെലിഗൻസ് തിയറമാണ് പറയാൻ പോകുന്നത്, ടെലിഗൻസ് തിയറം. ഓക്കെ, ടെലിഗൻസ് തിയറം ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത 15 മിനിറ്റ് വളരെ 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 അത്യാവശ്യമാണ്. ഓക്കെ, ശ്രദ്ധിക്കണം. നോക്കിക്കേ, സോ ഇതായിരുന്നു നമ്മുടെ സർക്യൂട്ട്, ഇതായിരുന്നു നമ്മുടെ സർക്യൂട്ട്. ഓക്കെ, so you told me that so these are the connecting wires, ഇത് രണ്ടും connecting wires ആണ്. So obviously this 5 volt will be appearing across the 1 ohm resistance, right? So therefore the current through the resistance എത്രയാണ് നമുക്കറിയാം, V equal to RI യൂസ് ചെയ്തിട്ട് നോക്കിക്കേ. So obviously എന്തായിരിക്കും 5/1 എന്തായിരിക്കും 1 ആംപിയർ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, റൈറ്റ്? സോ നോക്കിക്കേ ഈ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. നോക്കിക്കേ ഇതിലെയാണ് ഫ്ലോ ചെയ്യുന്നത്, റൈറ്റ്? ഇത് ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൈറ്റ്? സോ നോക്കിക്കേ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ, കറണ്ട് ത്രൂ 1 ohm resistance is flowing from എവിടുന്ന് എങ്ങോട്ടേക്കാണ്, പ്ലസ് ടു മൈനസ് ആണ്. ഓക്കെ, പ്ലസ് ടു മൈനസ്,
right? So ഈ പ്ലസിനെ I'll call it as higher potential, and negative sign I'll call it as lower potential, right? Lower potential, right? അതുപോലെ തന്നെ നോക്കിക്കേ, current, the same current 1 ampere ഇതിലേ flow ചെയ്യുവാണ്. ഇങ്ങനെയാണ് current flow ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്യൂട്ട്, right? So current through 5 volt source, എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് പറഞ്ഞേ? കറണ്ട് ത്രൂ 5 വോൾട്ട് സോഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് പറഞ്ഞേ? കറണ്ട് ത്രൂ 5 വോൾട്ട് സോഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത് പറഞ്ഞേ? From negative to positive, right? That is from lower potential to higher potential, right? Lower potential to higher potential, right? So ഈ നെറ്റ്വർക്കിൽ നമുക്ക് ആകെപ്പാടെ, ഈ സർക്യൂട്ടിൽ നമുക്ക് ആകെപ്പാടെ രണ്ട് എലിമെന്റ്സ് മാത്രമേ ഉള്ളൂ. So tell me, which element is absorbing power? പറഞ്ഞേ. നമുക്ക് രണ്ട് എലിമെന്റ്സേ ഉള്ളൂ, വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും. ഓക്കെ, സോ വിച്ച് എലിമെന്റ് ഇസ് അബ്സോർബിംഗ് പവർ? ഓബ്വിയസ്ലി റെസിസ്റ്റൻസ് ആണ് പവർ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് ആണ് പവർ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, പവർ അബ്സോർബ് ചെയ്യുന്നത്, റൈറ്റ്? നൗ വിച്ച് നെറ്റ്വർക്ക് എലിമെന്റ് ഈസ് ഡെലിവറിംഗ് പവർ? ഏത് നെറ്റ്വർക്ക് എലിമെന്റ് ആണ് പവർ ഡെലിവറി ചെയ്യുന്നത്? വോൾട്ടേജ് സോഴ്സ് ആണ് പവർ ഡെലിവറി ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സ് ആണ്. സോ ദിസ് ഈസ് പാസീവ് സൈൻ കൺവെൻഷൻ. എന്താണ് ദ കൺക്ലൂഷൻ എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചേക്കണം. when a network element delivers power, ഞാൻ എഴുതിക്കാം, ശ്രദ്ധിക്കണം, ഈ രണ്ട് പോയിന്റ്സ് ഞാൻ എഴുതിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാസീവ് സൈൻ കൺവെൻഷൻ. സോ ഞാൻ എഴുതിക്കാം. ഓക്കെ, സോ when a network element delivers power, current always flows from എവിടുന്ന് എങ്ങോട്ടേക്കാണ്? So ഇവിടെ 5 volt source is delivering power. So when a voltage source, when a network element is delivering power, current flows from എവിടുന്ന് എങ്ങോട്ടേക്കാണ്? lower potential to higher potential. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നെഗറ്റീവും പോസിറ്റീവും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പം നെഗറ്റീവിനെ ഞാൻ ലോവർ പൊട്ടൻഷ്യലിനും പോസിറ്റീവിനെ ഹയർ പൊട്ടൻഷ്യലിനും എന്നാണ് ഞാൻ വിളിക്കുന്നത്. Right? So when a network element delivers power, the current flows from lower potential to higher potential. Okay, lower potential to higher potential. ഞാൻ അത് എഴുതാൻ പോവാണ്. So passive sign convention. Okay, ആദ്യത്തെ പോയിന്റ് ഇതാണ്. When a network element delivers power, എൻ്റെ കൂട്ടത്തിൽ പാരലൽ എഴുതിക്കോളൂ. When a network element delivers power, current through it always flows from lower potential to higher potential. Okay, when a network element delivers power, current through it always flows from lower potential to higher potential. നോക്കിക്കേ, you can clearly see ഇവിടെ നമ്മുടെ വോൾട്ടേജ് സോഴ്സ് ആണ് പവർ ഡെലിവറി ചെയ്യുന്നത്. കറണ്ട് നോക്കിക്കേ എവിടുന്ന് എങ്ങോട്ടേക്കാണ് പോയേക്കുന്നത് നോക്കിക്കേ. കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ, ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലോട്ട്. ഓക്കെ, now what about the resistance നോക്കിക്കേ. current through 1 ohm resistance, നമുക്കറിയാം 1 ohm resistance always absorbs power. Okay, so current through the resistance is flowing from അതായത് higher potential to lower potential. Okay, so when a network element എഴുതിക്കണം. when a network element absorbs power, current through it flows from എവിടുന്ന് എങ്ങോട്ടേക്കാണ് പറഞ്ഞേ? current through it flows from എവിടുന്ന് എങ്ങോട്ടേക്കാണ്? ഇനി എനിക്ക് മൈനസും പ്ലസും പറയല്ലേ. ഓക്കെ, മൈനസും പ്ലസും നമുക്ക് ഇത് പഠിക്കുന്നതിന് മുന്നേ ആയിരുന്നു മൈനസും പ്ലസും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി തൊട്ട് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ലൈഫ് ലോങ് ഓർത്ത് വെക്കണം കേട്ടോ. പാസീവ് സൈൻ കൺവെൻഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ദിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ കറന്റ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ, ആദ്യം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കോപ്പി ചെയ്തോളൂ. പാസീവ് സൈൻ കൺവെൻഷൻ ഹെഡിങ് വെച്ചിട്ട് ഈ രണ്ട് പോയിന്റ്സും കോപ്പി ചെയ്തോളൂ.
So initially ഞാൻ എന്താണ് ചെയ്തത്, we have derived the Ohm's law derive ചെയ്തു. ഓക്കെ, Ohm's law derive ചെയ്തിട്ട് നോക്കിക്കേ, ഞാൻ 3 കേസസ് ആണ് കൺസിഡർ ചെയ്തത്. 3 കേസസ് കൺസിഡർ ചെയ്തു. അതിനകത്ത് കണക്റ്റിംഗ് വയർസിൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് ദെൻ വി ഹാവ് ടേക്കൻ നോക്കിക്കേ, ആദ്യത്തെ കേസ് മാത്രം കൺസിഡർ ചെയ്തു. ഓക്കെ, ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്തതിനകത്ത് നോക്കിക്കേ, ഇതിനകത്ത് ഞാൻ ഓരോ എലിമെൻറ്റിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ഓരോ എലിമെൻറ്റിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചു. നോക്കിക്കേ, സോ ദ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട് 1 ആംപിയർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓക്കെ, ദ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട് 1 ആംപിയർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓക്കെ, സോ ഇതിനകത്ത് ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കിന് എനിക്ക് എളുപ്പമാണ്. കാരണം വി ഹാവ് ഓൺലി 2 നെറ്റ്വർക്ക് എലിമെൻറ്റ്സ്. ഒന്ന് 5 വോൾട്ട് സോഴ്സും ഒന്ന് 1 ഓം റെസിസ്റ്റൻസും ആണ്. ഓക്കെ, സോ ഓബ്വിയസ്ലി നോക്കിക്കേ, റെസിസ്റ്റൻസ് നമുക്കറിയാം. ഓക്കെ, നമ്മൾ ഹൈസ്കൂളിലോട്ട് പഠിക്കുകയാണ്. റെസിസ്റ്റൻസ് ഓൾവേസ് അബ്സോർബ്സ് പവർ. ഓക്കെ, സോ ഓബ്വിയസ്ലി നോക്കിക്കേ, ഈ വോൾട്ടേജ് സോഴ്സ് ആണ് പവർ ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, ഓൾവേസ് റിമെമ്പർ ദിസ്. ഒരു സർക്യൂട്ടിൽ കുറച്ച് എലിമെൻറ്റ്സ് പവർ ഡെലിവർ ചെയ്യാൻ കാണും, കുറച്ച് എലിമെൻറ്റ്സ് പവർ അബ്സോർബ് ചെയ്യാൻ കാണും. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കേ, 5 വോൾട്ട് സോഴ്സ് ഇസ് ഡെലിവറിങ് പവർ. ഓക്കെ, ആൻഡ് 1 ഓം റെസിസ്റ്റൻസ് ഈസ് absorbing power, and this is nothing but Telegun's theorem. Okay, this is nothing but Telegun's theorem. Okay, conservation of power ആണ്. Okay, Telegun's theorem എന്താണ്? It signifies, it implies conservation of power. ഒരു നെറ്റ്വർക്കിൽ എപ്പോഴും, ഓക്കെ, ഏത് നെറ്റ്വർക്ക് വേണമെങ്കിലും എടുത്തോളൂ. നമ്മുടെ കോഴ്സിൽ പഠിക്കുന്ന ഏത് നെറ്റ്വർക്ക്, അതായത് അങ്ങ് അവസാനം അറ്റത്തെ ക്ലാസ് എത്തുന്നിടം വരെ ഡിസ്കസ് ചെയ്യുന്ന ഏത് സർക്യൂട്ട്, ഏത് നെറ്റ്വർക്ക് വേണമെങ്കിലും എടുത്തോളൂ. ആ എല്ലാ സർക്യൂട്ട്സിലും നോക്കിക്കേ, ടെലിഗൺസ് തിയറം വിൽ ബി സാറ്റിസ്ഫൈഡ്. അതായത് there will be some elements which delivers power. Okay, so നെറ്റ്വർക്കിലെ കുറച്ച് എലിമെന്റ്സ്, there are some elements which delivers power in a network, and there are some other elements which absorbs power in the network, right? So always remember this. So Telegun's theorem always implies conservation of power. Okay, conservation of power. Okay, so power. Okay, power ഞാൻ പറഞ്ഞു. ഓക്കെ, പവർ അവിടെ നിൽക്കട്ടെ. സോ അതിലോട്ട് പോകുന്നതിന് മുന്നേ നോക്കിക്കേ, ഞാൻ പാസീവ് സൈൻ കൺവെൻഷൻ ഒന്നും കൂടി പറയുവാണ്. സോ കറന്റ് ഈസ് ഫ്ലോയിങ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അക്രോസ് a resistor. Okay, across a resistor. നോക്കിക്കേ, നമുക്കറിയാം resistor is absorbing power. So when a network element is absorbing power, okay, when a network element, ഞാൻ generalize ചെയ്യുവാണ്, resistance എന്നല്ല ഞാൻ പറയുന്നത്. Okay, when a network element is absorbing power, current through it flows from higher potential to lower potential. Okay, so ഇത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നോക്കിക്കേ, current through the voltage source is flowing from negative potential to, അതായത് lower potential to higher potential ആണ്. Okay, lower potential to higher potential ആണ്. So when a network element delivers power, current through it flows from lower potential to higher potential. So this is nothing but passive sign convention. Passive sign convention വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? പാസീവ് സൈൻ കൺവെൻഷൻ ഓക്കെ ആണോ? എത്ര പേർക്ക് ഓക്കെ അല്ല? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? പാസീവ് സൈൻ കൺവെൻഷൻ മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ പാസീവ് സൈൻ കൺവെൻഷനിൽ? ഓക്കെ, സോ ലിസൺ. So this is nothing but passive sign convention. Okay, so പാസീവ് സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു സർക്യൂട്ടിലെ കറണ്ട് ഡയറക്ഷൻസും വോൾട്ടേജ് പൊലാരിറ്റീസും മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ പ്രാക്ടീസ് കിട്ടിക്കോളും. ഓക്കെ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് പാസീവ് സൈൻ കൺവെൻഷൻ ആൻഡ് ടെലിഗൺസ് തിയറം. സോ ടെലിഗൺസ് തിയറം ഞാൻ സാറ്റിസ്ഫൈ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ടെലിഗൺസ് തിയറം ഞാൻ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു കാൽക്കുലേറ്റ് ദ പവർ. ഓക്കെ, പവർ ഡെലിവേർഡ് ബൈ ദ വോൾട്ടേജ് സോഴ്സ്, പവർ അബ്സോർബ്ഡ് ബൈ ദ resistance. Okay, so power. So how do you define power? How do you define power? How do you define power? Parne, how do you define power? എങ്ങനെയാണ് പവർ ഡിഫൈൻ ചെയ്യുന്നത്? പവർ എങ്ങനെയാണ്? The rate at which energy is spent. Rate at which energy is spent. Okay, rate at which energy is spent. Okay, so therefore how do you express it mathematically? Rate at which energy is spent. Okay, okay, dW by dt, where W is nothing but energy.
Okay, the rate at which energy is spent or the rate at which energy is absorbed. The rate at which energy is spent or absorbed. Okay, so power delivery ഉണ്ട്, power absorption ഉണ്ട്, right? So rate at which energy is spent, okay, power delivery. Rate at which energy is absorbed, power absorption. Okay, so power delivery ഉണ്ട്, power absorption ഉണ്ട്. Okay, so നോക്കിക്കേ, units of power എന്താണ്? Units of power, units of power പറഞ്ഞേ, watt ആണ്. Okay, units of power is watt. Okay, units of joules, units of energy എന്താണ്? ഞാൻ തന്നെ പറഞ്ഞു. Okay, units of energy joule ആണ്. Okay, units of energy is joule. Okay, units of time എന്താണ്? Seconds ആണ്. Units of time is seconds. So therefore watt എന്ന് പറയുന്നത് joule per second ആണ്. Okay, watt എന്ന് പറയുന്നത് joule per second ആണ്. Okay, നോക്കിയേ, rate at which energy is spent, power delivery. Rate at which energy is absorbed, power absorption. Okay, so therefore units of power is watt and units of നോക്കിക്കേ energy is joule. So നോക്കിക്കേ, watt എന്ന് പറയുന്നത് joule per second ആണ്. Okay, watt എന്ന് പറയുന്നത് joule per second ആണ്. Okay, so ഇതിനെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുവാണ് യൂസിങ് ചെയിൻ റൂൾ. ഓക്കെ, ഡി ഡബ്ല്യു ബൈ ഡി ടിനെ ഞാൻ എങ്ങനെ എഴുതുന്നത് നോക്കിക്കണം. ഡി ഡബ്ല്യു ഇൻ ടു ഡി ടി. ഓക്കെ, ഇതിനെ ഞാൻ എങ്ങനെ എഴുതുന്നത് നോക്കിക്കണം. സോ യൂസിങ് ചെയിൻ റൂൾ, ഓക്കെ, യൂസിങ് ചെയിൻ റൂൾ ഞാൻ എങ്ങനെ എഴുതുന്നത്, ഡി ഡബ്ല്യു ബൈ ഡി ക്യു ഇൻ ടു ഡി ക്യു ബൈ ഡി ടി. ഓക്കെ, സോ നോക്കിക്കേ, ഇതൊന്ന് പറഞ്ഞേ, യൂണിറ്റ്സ് ഓഫ് എനർജി നിങ്ങൾ പറഞ്ഞു ജൂളാന്ന് പറഞ്ഞു. യൂണിറ്റ്സ് ഓഫ് ചാർജ് എന്താണ്? കൂലംസ് ആണ്. ഓക്കെ, ജൂൾ പെർ കൂലം. ജൂൾ പെർ കൂലം എന്താണ്? ഏതിന്റെ യൂണിറ്റ്സ് ആണ്? ജൂൾ പെർ കൂലം ഏതിന്റെ യൂണിറ്റ്സ് ആണ് പറഞ്ഞേ? ജൂൾ പെർ കൂലം ഏതിന്റെ യൂണിറ്റ്സ് ആണ്? ജൂൾ പെർ കൂലം ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നോക്കിക്കേ, ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, ഈ 3 കേസും ഞാൻ പറഞ്ഞായിരുന്നു, വോൾട്ടേജിന്റെ യൂണിറ്റ്സ് ആണ്. ഓക്കെ, ജൂൾ സ്പെൻഡ് പെർ 1 കൂലം. ഓക്കെ, voltage units. Very good, very good. Okay, so therefore നോക്കിക്കേ, this is nothing but V. Okay, dq by dt. dq by dt എന്താണ്? dq by dt, rate of change of electrons, current. Okay, so therefore power ആയിരുന്നു ഞാൻ തുടങ്ങിയത്. So power is equal to VI. Okay, power is equal to VI. So ഏതൊരു എലിമെന്റിന്റെ അക്രോസും പവർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ you just have to take this product. ഏതാണ്? V into I. ഓക്കെ, V into I. നമ്മുടെ സർക്യൂട്ട് എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ സർക്യൂട്ട്. ഓക്കെ, 5 വോൾട്ട് സോഴ്സ് ഉണ്ടായിരുന്നു, 1 ohm റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, 1 ohm റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആൻഡ് നോക്കിക്കേ, this is nothing but the current. Okay, so this is nothing but 5 amperes. Okay, so across 1 ohm 5 volt ആണ്. ഓക്കെ, സോ ഈ കറണ്ട് തന്നെയാണ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 5 ആംപിയർ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 5 ആംപിയർ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. റൈറ്റ്? സോ നോക്കിക്കേ, എനിക്ക് ഒരു എലിമെന്റിന്റെ അക്രോസ് പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഐ റിക്വയർ വോൾട്ടേജ് ആൻഡ് കറന്റ് അക്രോസ് ഈച്ച് ആൻഡ് എവറി നെറ്റ്വർക്ക് എലിമെന്റ്. ലിസൺ, നെറ്റ്വർക്ക് തിയറി, ഓക്കെ, ദ എൻറ്റയർ നെറ്റ്വർക്ക് തിയറി ഈസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ദ രണ്ട് വേരിയബിൾസ് കണ്ടുപിടിക്കലാണ്. ഓക്കെ, എൻറ്റയർ നെറ്റ്വർക്ക് തിയറി രണ്ട് വേരിയബിൾസ് കണ്ടുപിടിക്കലാണ്. എന്തൊക്കെയാണ് ഞാൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? വോൾട്ടേജും കറന്റും. ഒരു സർക്യൂട്ടിലെ എല്ലാ നെറ്റ്വർക്ക് എലിമെന്റ്സിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും കറന്റും കണ്ടുപിടിക്കലാണ് നമ്മൾ നെറ്റ്വർക്ക് തിയറിയിൽ പഠിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് വേരിയബിൾസ് ആണ് ഈ നെറ്റ്വർക്ക് തിയറി മുഴുവൻ എൻറ്റയർ കോഴ്സ് ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്? സോ നോക്കിക്കേ ഇവിടെ, now tell me the power across 5 volt source and power across 1 ohm resistor. പറഞ്ഞേ. സോ എനിക്ക് എന്താണ് വേണ്ടിയത്? പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഐ ഓൺലി റിക്വയർ വോൾട്ടേജ് ആൻഡ് കറണ്ട് അക്രോസ് ഈച്ച് ആൻഡ് എവറി നെറ്റ്വർക്ക് എലിമെന്റ്. നോക്കിക്കേ, 5 വോൾട്ട് സോഴ്സിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 5 ആണ്. കറണ്ട് ത്രൂ, നോക്കിക്കേ, കറണ്ട് ത്രൂ ദ 5 വോൾട്ട് സോഴ്സ് എത്രയാണ്? കറണ്ട് ത്രൂ ദ 5 വോൾട്ട് സോഴ്സ് എത്രയാണ്? കറണ്ട് ത്രൂ ദ 5 വോൾട്ട് സോഴ്സ് 5 ആംപിയേഴ്സ് ആണ്. റൈറ്റ്? 5 ആംപിയേഴ്സ് ആണ്. നൗ നോക്കിക്കോണം, ഇനി എഴുതാൻ പോകുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കിക്കേ, ഞാൻ പവർ അക്രോസ് ദ 5 വോൾട്ട് സോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ കറണ്ട് ത്രൂ ദ 5 വോൾട്ട് സോഴ്സ് എവിടുന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ത്രൂ 5 വോൾട്ട് സോഴ്സ് ലോവർ പൊട്ടൻഷ്യൽ ടു എവിടുന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്?
lower potential to higher potential. Lower potential to higher potential ആണെങ്കിൽ power delivery ആണോ power absorption ആണോ? Power delivery ആണോ power absorption ആണോ? Delivery, right? So power delivery. Okay, so bracket this term, okay, power delivery or power absorption is completely dependent on the direction of current. Okay, direction of current വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ എഴുതുന്ന ടേം ഡിസൈഡ് ചെയ്യുന്നത്. പവർ ഡെലിവറി ആണോ പവർ അബ്സോർപ്ഷൻ ആണോ എന്നുള്ളത്. ഓക്കെ, സോ അതുപോലെ തന്നെ നോക്കിക്കേ, വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് 1 ohm resistor? 1 ohm resistorന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 5 volts ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ കറന്റ് ത്രൂ? പറയാം, വാട്ട് ഈസ് ദ കറന്റ് ത്രൂ 1 ohm resistance? What is the current through 1 ohm resistance? 5 ആണ്. Right? Now, how is the current flowing through the 1 ohm resistance? How is the current flowing through 1 ohm resistance? എവിടുന്ന് എങ്ങോട്ടേക്കാണ് current flow ചെയ്യുന്നത്? Higher potential to lower potential. So, when the current is flowing from higher potential to lower potential, പറഞ്ഞേ, power absorption ആണോ power delivery ആണോ? Absorption, right? Absorption, right? So, 25 watts power deliver ചെയ്യുന്നുണ്ട് ആര്? 5 volt source. 25 watts power absorb ചെയ്യുന്നുണ്ട് ആര്? 1 ohm resistance, right? So therefore ഞാൻ നേരത്തെ പറഞ്ഞ പോലെ conservation of power. Okay, this is what the Telegraph theorem state. Okay, Telegraph theorem states that നോക്കിക്കേ, so power delivered by some elements in the network is equal to power absorbed by some the other elements in the network, right? So ഇതിനകത്ത് രണ്ട് എലിമെന്റ്സ് മാത്രമേ ഉള്ളൂ, 5 volt സോഴ്സും അതുപോലെ തന്നെ 1 ohm റെസിസ്റ്റൻസും, റൈറ്റ്? സോ ഇത് 25 watts ഡെലിവറി ചെയ്യുന്നുണ്ട്, ഇത് 25 watts അബ്സോർബ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ ദിസ് ഈസ് നത്തിങ് ബട്ട് Telegraph theorem. This is nothing but Telegraph theorem, right? So Telegraph theorem mainly it implies, okay, it signifies conservation of power. Okay, it signifies conservation of power. Okay, it signifies conservation of power. Okay, so ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അതായത് പാസീവ് സൈൻ കൺവെൻഷൻ അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് പവർ. ഓക്കെ, ഇനി മൂന്നാമത്തേത് എന്താണ് ഇതിനകത്ത് KVL ആണ്. ഓക്കെ, സോ KVL ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, സോ ഇതിനകത്ത് നോക്കിക്കേ എന്താണ്? So in a circuit, in any of its loop, okay, ഇതിനകത്ത് നമുക്ക് ഈ സർക്യൂട്ടിനകത്ത് ഒറ്റ ലൂപ്പേ ഉള്ളൂ. So in this loop, algebraic sum of voltages around the loop is equal to 0. പേടിക്കേണ്ട, ഞാൻ ഒന്നും കൂടി എഴുതിയേക്കാം. ഓക്കെ, ഞാൻ ഒന്നും കൂടി എഴുതാൻ പോവാണ്. സോ ആ സർക്യൂട്ട് ഞാൻ ഒന്നും കൂടി വരയ്ക്കുവാണ്. 5 volt and this is 1 ohm resistance, this is 5 volt, this is 5 amperes current, right? So this is a loop. Okay, നമുക്ക് ഒരു ലൂപ്പ് ആണുള്ളത്. ഓക്കെ, സോ എന്താണ് ഞാൻ പറഞ്ഞത്? algebraic sum of voltages okay around the loop is equal to 0. ഓക്കെ, സോ നോക്കിക്കണം, ഞാൻ എഴുതുന്നത് നോക്കിക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസീവ് സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കലി എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നോക്കിക്കേ, സോ ആദ്യത്തെ നോക്കിക്കേ, we are moving from lower potential to higher potential. ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, റൈറ്റ്? സോ നോക്കിക്കേ, when we are moving from lower potential to higher potential, ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലോട്ട്, so lower potentialil ninnu higher potentialilottaan nammal travel cheyyunnathu. So therefore whenever you are moving from lower potential to higher potential, then it is voltage rise. Okay, voltage rise, right? So nokiye, ividunnu tirinju ingenaanu varunathu, ividunnu tirinju njan ingenaanu varunathu. Okay, ingenaanu varunathu, right? So nokiye, ivide varumbothekku across resistance I am traveling from higher potential to lower potential, right? So whenever you are moving from higher potential to lower potential, adu voltage drop ആണ്, right? So ini thottu nammade network theory course il for voltage rise we always associate a positive sign. Okay, and for voltage drop we always associate a negative sign, right? സോ നോക്കിക്കാണാം, ഞാൻ വീണ്ടും ഇത് പറയാൻ പോവാണ്. വയലറ്റ് യൂസ് ചെയ്യാൻ, ഓക്കെ, വയലറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഞാൻ എഴുതിയത് ഓക്കെ ആണോ? ഇത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ.
Okay, listen. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുവാണ്. സോ KVLന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. Algebraic sum of voltages around the loop is equal to 0. Algebraic sum of voltages around the loop is equal to 0. So നിങ്ങളുടെ KVL എഴുതുന്നതിന് മുന്നേ make sure that you mark the voltage across every element in the network. Okay, KVL ഇനി ശ്രദ്ധിക്കണം. KVL എഴുതുന്നതിന് മുന്നേ make sure that you mark the voltage across every element in the network. Okay, ഇതിനകത്ത് ആകെപ്പാടെ 2 എലിമെന്റ്സേ ഉള്ളൂ. Okay, so ഓരോ എലിമെന്റിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഓൾറെഡി മാർക്ക്ഡ് ആണ്. നോക്കിക്കേ, ഇത് 5 വോൾട്സും ഇത് 5 വോൾട്സും ആണ്, ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ KVL എഴുതണം. Algebraic sum of voltage around the loop is equal to 0. സോ ഇതാണ് എൻ്റെ ലൂപ്പ്. ഓക്കെ, ഇതാണ് എൻ്റെ ലൂപ്പ്. ഓക്കെ, സോ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുവാണ്. എവിടുന്ന് ഇങ്ങോട്ടേക്കാണ്? ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. സോ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? വോൾട്ടേജ് റൈസ് ആണ്. കാരണം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ വോൾട്ടേജ് റൈസ് ആണ്, റൈറ്റ്? സോ വോൾട്ടേജ് റൈസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പോസിറ്റീവ് സൈൻ ആണ്. സോ ദെയർഫോർ +5 ആണ്. ഓക്കെ, +5 ആണ്. Now നോക്കിക്കേ, ഞാൻ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിന് ഐ ആം മൂവിങ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. നോക്കിക്കേ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ ആണ്. സോ ദെയർഫോർ -5. ഓക്കെ, ഈ സർക്യൂട്ടിൽ, ഈ ലൂപ്പിൽ ആകെപ്പാടെ 2 എലിമെന്റ്സ് ഉള്ളൂ. സോ ദെയർഫോർ +5 -5 is equal to 0. Right? So therefore this is nothing but your KVL. Okay, this is nothing but your KVL. മനസ്സിലായോ? ഞാൻ ഓരോ എലിമെന്റിന്റെ അക്രോസ് എങ്ങനെയാണ് പൊളാരിറ്റീസ് മാർക്ക് ചെയ്തത്, അത് മനസ്സിലായോ? ഷുഡ് ഐ റിപ്പീറ്റ് ദിസ്? KVL മനസ്സിലായോ? നോക്കിക്കേ, algebraic sum of voltages around the loop. നോക്കിക്കേ, algebraic sum ആണ്. ഓക്കെ, സോ algebraic sum എന്ന് പറയുമ്പോഴത്തേക്കിന് ഓരോ വോൾട്ടേജിന്റെ അക്രോസ് ഉള്ള സൈൻ എന്താ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യണം. ആ സൈൻ ഡിസൈഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പാസീവ് സൈൻ കൺവെൻഷനിൽ നിന്നാണ്. ഓക്കെ, പാസീവ് സൈൻ കൺവെൻഷനിൽ നിന്നാണ്. ആദ്യം ഞാൻ കറൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നോക്കിക്കേ, കറൻസിനെ കുറിച്ചാണ്. when a network element delivers power, current through it flows from lower potential to higher. നോക്കിക്കേ, ഇവിടെ ഞാൻ കറൻസിനെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ നോക്കിക്കേ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് റൈസ്. ഇവിടെ നോക്കിക്കേ, ഞാൻ വോൾട്ടേജിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പാസീവ് സൈൻ കൺവെൻഷൻ 2 സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആദ്യത്തെ സെറ്റിൽ ഐ ഹാവ് ഹൈലൈറ്റഡ് എന്താണ്? കറണ്ട്. ഓക്കെ, കറണ്ടിനെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. കറണ്ട് ഇഫ് ഇറ്റ് ഫ്ലോസ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ then it is നോക്കിക്കേ പവർ ഡെലിവറി. ഓക്കെ, കറണ്ട് when it flows from higher potential to lower potential then it is power absorption. റൈറ്റ്? ഇവിടെ വരുമ്പോഴത്തേക്കിന് നോക്കിക്കേ, സോ ഇവിടെ വരുമ്പോഴത്തേക്കിന് നോക്കിക്കേ, ഞാൻ KVL എഴുതുവാണ്. ഐ ആം മൂവിങ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. വോൾട്ടേജ് റൈസ് ആണ്. ഓക്കെ, ബാറ്ററി ആണ്, വോൾട്ടേജ് റൈസ് ആണ്. സോ ദെയർഫോർ വോൾട്ടേജ് റൈസ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈൻ. ഓക്കെ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും എപ്പോഴും. കാരണം റെസിസ്റ്റൻസ് ഓൾവേസ് അബ്സോർബ്സ് പവർ, റൈറ്റ്? സോ ദെയർഫോർ ദിസ് ഈസ് നെഗറ്റീവ് സൈൻ. Okay, this is negative sign. Okay, so ഞാൻ ഒരു പ്രോബ്ലമും കൂടി ചെയ്തിട്ട് ഞാൻ വിടാം. ഓക്കെ, ഒരു പ്രോബ്ലം. സോ ഞാൻ ഇന്ന് ഞങ്ങൾക്ക് ഹോംവർക്ക് തരുന്ന ഷീറ്റിനകത്തിൽ ആദ്യത്തെ പ്രോബ്ലം, ഓക്കെ, ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ ഒരു വേരിയൻ്റ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഈ സർക്യൂട്ടിൽ തന്നെ ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് ഹോംവർക്കിൽ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്കിൽ ഓക്കെ ഞാൻ പറയാം, ആദ്യത്തെ ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും, ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ഒഴിച്ച്. ഓക്കെ, ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. ഇന്നത്തെ ഹോംവർക്ക് പ്രോബ്ലത്തിൽ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, ഹോംവർക്കിനകത്തിലെ ആദ്യത്തെ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ വിട്ടേക്കാം കേട്ടോ. ഓൺലി 1 പ്രോബ്ലം, 5 minutes. So all of you please copy this. ഇത് കോപ്പി ചെയ്തോ? ഈ കോപ്പി ചെയ്തോ? യെസ് ഓർ നോ? ഇത് കോപ്പി ചെയ്തോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പാസീവ് സൈൻ കൺവെൻഷനിൽ പെട്ടെന്ന് കോപ്പി ചെയ്തു. അക്ഷയ് കോപ്പി ചെയ്തോളൂ. കോപ്പി ചെയ്തിട്ട് പെട്ടെന്ന് പറയണേ. ലിസൺ, പ്രോബ്ലം സോൾവിങ് ആരും പോവല്ല കേട്ടോ, ദയവ് ചെയ്ത് ആരും പോവല്ല. ഓക്കെ, ജസ്റ്റ് സ്റ്റേ ഫോർ 5 minutes. വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
Okay. So take down this problem. So you have a 20 volt source and നോക്കിക്കേ ഇവിടെ ഒരു നെറ്റ്വർക്ക് എലിമെൻ്റ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് നെറ്റ്വർക്ക് എലിമെൻറ്റ് N1 എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് യു ഹാവ് അനദർ network element N2. Okay, and this is a current source. നോക്കിക്കണം, a voltage source is always represented using this symbol. Okay, so this is a circuit symbol of a voltage source and this is a circuit symbol of a current source. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇപ്പം എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് പാസീവ് സൈൻ കൺവെൻഷൻ മാത്രം മനസ്സിലാവണം എന്നുള്ളതാണ്. സോ ജസ്റ്റ് ഞാൻ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രം തരുവാണ്. ദിസ് ഈസ് എ സർക്യൂട്ട് സിമ്പിൾ ഓഫ് എ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ദിസ് ഈസ് എ സർക്യൂട്ട് സിമ്പിൾ ഓഫ് എ കറന്റ് സോഴ്സ്. ഓക്കെ, സോ ഇതിലൂടെ നോക്കിയേ ഈ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 8 volts ആണ്. ഇതിലൂടെ നോക്കിയേ 6 amperes ആണ്. ഓക്കെ, സോ ഹി ഈസ് ആസ്കിങ് യു ടു വെരിഫൈ ടെലിഗൺസ് തിയറം. ഓക്കെ, വെരിഫൈ ടെലിഗൺസ് തിയറം. ഓക്കെ, ഇതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, വെരിഫൈ ടെലിഗൺസ് തിയറം ആണ് ചോദിക്കുന്നത്. സോ ടെലിഗൺസ് തിയറം നമുക്കറിയാം കൺസർവേഷൻ ഓഫ് പവർ ആണ്. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ വോൾട്ടേജ് ആൻഡ് കറന്റ് അക്രോസ് ഈച്ച് ആൻഡ് എവറി എലിമെന്റ് ഇൻ ദ നെറ്റ്വർക്ക്. ഓക്കെ, ഈ നെറ്റ്വർക്കിലെ ഓരോ എലിമെന്റിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും കറന്റും കണ്ടുപിടിക്കണം. റൈറ്റ്, സോ നോക്കിയേ, ലുക്ക് അറ്റ് 1 ampere കറന്റ്. നോക്കിയേ, 1 ampere കറന്റ് സോഴ്സിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഉണ്ട്, കറന്റ് ഉണ്ട്. വോൾട്ടേജ് ഉണ്ട്, കറന്റ് ഉണ്ട്. റൈറ്റ്, വോൾട്ടേജും ഉണ്ട്, കറന്റും ഉണ്ട്. ഓക്കെ, സോ ഇത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നൗ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് 1 ampere കറന്റ് ഇങ്ങനെ വരുന്നുണ്ട്. സോ ദിസ് ഇസ് 1 ampere കറന്റ്, ദിസ് ഇസ് 1 ampere കറന്റ് ആൻഡ് ഇവിടെ എന്താണ് 6 amperes കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 6 amperes കാണിച്ചിട്ടുണ്ട്. റൈറ്റ്, സോ therefore ഇത് 6 amperes ആണ്. റൈറ്റ്, സോ ഓബ്വിയസ്ലി ഈ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന കറന്റ് എത്രയായിരിക്കും? ഈ ബ്രാഞ്ചിൽ നിന്ന് നോക്കിയേ, സേ ഇഫ് ഐ കോൾ ദിസ് എൻഡ് ആസ് ലെഫ്റ്റ് ആൻഡ് ദിസ് എൻഡ് ആസ് റൈറ്റ്, കറന്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, ലെഫ്റ്റ് ടു റൈറ്റ് ആണോ? പറഞ്ഞേ, and tell me the magnitude of the current. Tell me the magnitude of the current. Left to right ആണ്. നോക്കിക്കേ, common sense tells you that നോക്കിക്കേ, ഇത് 1 ampere current ഇങ്ങനെ, this is 1 ampere current, ഇവിടുന്ന് ഇങ്ങനെ 6 amperes current. Right, so obviously ഇവിടുന്ന് എത്ര കറന്റ് ആയിരിക്കും വരേണ്ടത്? Obviously this should be 5 amperes. Right, so 5 plus 1, 6 amperes will flow through network element N2. This is nothing but KCL നാളത്തെ ക്ലാസ്സിൽ ഞാൻ പറയാം. Okay, so this is nothing but your KCL. Okay, so listen, ഇതിന്റെ ചെറിയൊരു വേരിയേഷൻ ആണ് ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഞാൻ ഒരു ചേഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ഈ കറന്റ് സോഴ്സിൽ ഞാൻ തലകുത്തി, അതായത് ഇതിനെ റിവേഴ്സ് ചെയ്തു. അത് മാത്രമാണ് നിങ്ങളുടെ ഹോംവർക്ക് പ്രോബ്ലമിൽ ഞാൻ കൊണ്ടുവന്നേക്കുന്ന വേരിയേഷൻ. ഓക്കെ, സോ ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. ഓക്കെ, സോ okay, tell me what will be the voltage across N2. N2 ന്റെ across ഉള്ള വോൾട്ടേജ് എത്രയാണ്? പറഞ്ഞേ, N2 ന്റെ across ഉള്ള വോൾട്ടേജ് എത്രയാണ്? ഓക്കെ, നിഖിൽ 7 അല്ല കേട്ടോ, 7 അല്ല. നിഖിൽ ദാസ് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 7 അല്ല, 5 amperes ആണ്. കാരണം നോക്കിക്കേ, ഇവിടെ നിന്ന് 1 ampere ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് 6 amperes ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഓബ്വിയസ്ലി ഇവിടുന്ന് വരുന്ന കറന്റ് 5 amperes ആയിരിക്കണം. ഇവിടുന്ന് 5 amperes, ഇവിടുന്ന് 1 ampere, so therefore together 6 amperes. ഓക്കെ ആണോ നിഖിൽ? ഓക്കെ. സോ നോക്കിക്കേ, സോ ടെൽ മീ ദ വോൾട്ടേജ് അക്രോസ് N2. ടെൽ മീ ദ വോൾട്ടേജ് അക്രോസ് N2. N2 അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 8 volt ആണ്. 8 volt ആണ്. എന്തുകൊണ്ടാണ് 8 volt? നോക്കിയേ, ഈ രണ്ട് എലിമെന്റ്സിനെയും N2നെയും 1 ampere കറന്റ് സോഴ്സിനെയും കണക്ട് ചെയ്തേക്കുന്നത് കണക്ടിങ് വയർസ് ആണ്. ഓക്കെ, കണക്ടിങ് വയർസ് ആണ്. ആൻഡ് വി ഹാവ് ലേൺ ടുഡേ ദാറ്റ് voltage along, okay, there is no voltage drop along the length of connecting wire. So therefore ഇവിടെ 8 volt ആണെന്നുണ്ടെങ്കിൽ സെയിം 8 volt നോക്കിക്കേ, സെയിം 8 volt ഇവിടെയും അപ്പിയർ ചെയ്യും. കാരണം നോക്കിക്കേ, there is no drop along the length of the connecting wire. Okay, so നോക്കിക്കേ, എനിക്ക് N2ന്റെ അക്രോസ് വോൾട്ടേജും കിട്ടി, കറന്റും കിട്ടി. ഇനി N1ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും കറന്റും ആണ് വേണ്ടിയത്. N1ന്റെ നോക്കിക്കേ, N1 ത്രൂ കറന്റ് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു, 5 amperes ആണ്. റൈറ്റ്, നൗ നോക്കിക്കേ, ഇത് 5 amperes ആണെന്നുണ്ടെങ്കിൽ ഇതും 5 amperes ആയിരിക്കും, ഇതും 5 amperes ആയിരിക്കും. സോ therefore നോക്കിക്കേ, 20 volt സോഴ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റും കിട്ടി, അതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും കിട്ടി. ഓക്കെ, സോ ഇനി ആരാണ് ബാക്കിയുള്ള?
പറഞ്ഞേ ആരാണ് ഇനി ബാക്കിയുള്ള ആരാണ് പറഞ്ഞേ N1 മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ, സോ N1ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എനിക്ക് അറിയത്തില്ല. സോ നോക്കിക്കേ, സോ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഐ ആം അസ്യൂമിങ് ദ പൊലാരിറ്റീസ്. നോക്കിക്കേ ഇങ്ങനെയാണ് ഞാൻ അസ്യൂം ചെയ്യുവാണ് കേട്ടോ. പൊലാരിറ്റീസ് ഇങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, സോ എന്നിട്ട് ഞാൻ ആ വോൾട്ടേജിനെ ഞാൻ V എന്ന് വിളിക്കുകയാണ്. റൈറ്റ്. സോ ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 20 വോൾട്ട്സ് ആണ്. ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഇവിടെ ഓൾറെഡി 8 വോൾട്ട്സ് ആണ്. റൈറ്റ്. സോ ഞാൻ ഇതിനകത്ത് KVL അപ്ലൈ ചെയ്യുവാണ്. എല്ലാവരും KVL ഒന്ന് അപ്ലൈ ചെയ്ത്, ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത് വെച്ചിട്ട് KVL ഒന്ന് അപ്ലൈ ചെയ്ത് റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ KVL equation in this particular loop. പറഞ്ഞേ. സോ when I start, suppose ഞാൻ ഇതാണ് നമ്മുടെ ലൂപ്പ് തുടങ്ങിക്കേ. സോ 20 volts should I associate positive sign or negative sign? പെട്ടെന്ന് പറഞ്ഞേ. 20 volts പോസിറ്റീവ് സൈൻ ആണോ നെഗറ്റീവ് സൈൻ ആണോ? നോക്കിക്കേ, you are moving from lower potential to higher potential, so obviously voltage rise ആണ്. Okay, voltage rise ആണ്. lower potential to higher potential voltage rise ആണ്. so therefore plus 20. right. നോക്കിക്കേ, രണ്ടാമത്തെ ഈ ലൂപ്പിലെ രണ്ടാമത്തെ എലിമെന്റ് N1 ആണ്. നോക്കിക്കേ, you are moving from higher potential to lower potential. എന്താണ് വോൾട്ടേജ്? you are moving from, നോക്കിക്കേ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. you are moving from higher potential to lower പൊട്ടൻഷ്യലിലോട്ടാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്. സോ ഓബ്വിയസ്ലി വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. റൈറ്റ്, വോൾട്ടേജ് ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ. സോ therefore this is V minus V. അടുത്തത് നിങ്ങൾ തന്നെ പറഞ്ഞേ, ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ ഈ ലൂപ്പിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പറഞ്ഞേ അടുത്തത് -8. റൈറ്റ്. സോ therefore is equal to 0. നോക്കിക്കേ, ഞാൻ ആദ്യം ഈ ലൂപ്പിൽ 3 നെറ്റ്വർക്ക് എലിമെന്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, 3 നെറ്റ്വർക്ക് എലിമെന്റ്സ് ആയിരുന്നു. 20 വോൾട്ട് സോഴ്സ്, N1 ആൻഡ് N2 ആയിരുന്നു. ഓക്കെ, 20 വോൾട്ട് സോഴ്സ് പ്ലസ് 20 ആണ്. യു ആർ മൂവിങ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അഗെയിൻ വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. സോ therefore V is equal to 12 volts ആണ്. ഓക്കെ, V is equal to 12 volts. സോ അക്രോസ് എവറി എലിമെന്റ് ഞാൻ വോൾട്ടേജും കണ്ടുപിടിച്ചു, കറണ്ടും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഏതൊക്കെ എലിമെന്റ്സ് ആണ് പവർ ഡെലിവറി ചെയ്യുന്നത്, ഏതൊക്കെ എലിമെന്റ്സ് ആണ് പവർ അബ്സോർബ് ചെയ്യുന്നത്, പെട്ടെന്നൊന്ന് പറഞ്ഞേ. സോ ഞാൻ ഇവിടെ ഇപ്പം ഓക്കെ, സോ ഇവിടെ ഞാൻ എഴുതാം. ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേ, അതും കൂടി പറഞ്ഞിട്ട് നിങ്ങൾ പോക്കൂ. ഒന്ന് പറഞ്ഞേ. സോ നമുക്ക് 20 വോൾട്ട് സോഴ്സ് ഉണ്ട്. 20 ഓക്കെ ഞാൻ ഒന്ന് ഇവിടെ ചെയ്തോട്ടെ. സോ ഓക്കെ, 20 വോൾട്ട് സോഴ്സ് ഇതൊന്ന് റേസ് ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് 20 വോൾട്ട് സോഴ്സ് ഉണ്ട്. ഓക്കെ, സോ 20 വോൾട്ട് സോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ N1 ഉണ്ട്. ഓക്കെ, സോ പവർ N1 ഉണ്ട്, നെറ്റ്വർക്ക് എലിമെന്റ് 2 ഉണ്ട്, അതുപോലെ തന്നെ 1 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇത് പെട്ടെന്ന് പറഞ്ഞോളൂ. സോ 20 വോൾട്ട് സോഴ്സ് എത്ര പവറാണ്? ആദ്യം പവർ പറഞ്ഞോളൂ. അത് ഡെലിവറി ആണോ അബ്സോർപ്ഷൻ ആണോ നമുക്ക് പിന്നെ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ആദ്യം പവർ. ഓക്കെ, വോൾട്ടേജ് അക്രോസ്. നോക്കി, നമുക്ക് എന്താണ് വേണ്ടിയത്? പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ് വേണ്ടിയത്. സോ therefore വോൾട്ടേജ് ഓഫ് ദിസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വോൾട്ടേജ് സോഴ്സ് ഇസ് 20 നമുക്കറിയാം. റൈറ്റ്. സോ കറണ്ട് ത്രൂ ദിസ് വോൾട്ടേജ് സോഴ്സ് എത്രയാണ്? കറണ്ട് എത്രയാണ്? 5 ആംപിയേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇത് പറഞ്ഞോളൂ. അബ്സോർപ്ഷൻ ആണോ ഡെലിവറി ആണോ? അബ്സോർപ്ഷൻ ആണോ ഡെലിവറി? ഓക്കെ, മാഗ്നിറ്റ്യൂഡ് കിട്ടി. എനിക്ക് അബ്സോർപ്ഷൻ ആണോ അതോ ഡെലിവറി ആണോ എന്നുള്ളതാണ് വേണ്ടിയത്. Okay, current is traveling from lower potential to higher potential. Okay, current is traveling from lower potential to higher potential. So therefore it is power delivery. Okay, power delivery. Exactly, very good. Okay, so N1 പറഞ്ഞേ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? 20 into 5 100 watt ആയിരിക്കും. 100 watt പവർ ആണ് 20 വോൾട്ട് സോഴ്സ് ഡെലിവർ ചെയ്യുന്നത്. ഇനി N1 പറഞ്ഞേ. N1ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. V is equal to 20 minus 8 എത്രയായിരുന്നു? 12 വോൾട്ട്സ് ആയിരുന്നു.
Okay, so 12 ആണ് വോൾട്ടേജ് ഇൻറ്റു നോക്കിയേ കറണ്ട് ത്രൂ N1 എത്രയാണ് കറണ്ട് ത്രൂ N1 പറഞ്ഞേ കറണ്ട് ത്രൂ N1 കറണ്ട് ത്രൂ N1 ഇറ്റ് ഈസ് 5 ആണ് റൈറ്റ്. നൗ ഇതൊന്ന് പറഞ്ഞേ അബ്സോർപ്ഷൻ ആണോ അതോ ഡെലിവറി ആണോ? കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ, സോ ഓബ്വിയസ്ലി അബ്സോർപ്ഷൻ ആണ്. ഓക്കെ, ഓബ്വിയസ്ലി അബ്സോർപ്ഷൻ ആണ്. ഓക്കെ, നൗ അടുത്തത് നോക്കിയേ പവർ അക്രോസ് N2 ആണ്. സോ N2ൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ് 8 വോൾട്ട്സ് ആണ്. കറണ്ട് എത്രയാണ് കറണ്ട് ഇതിലൂടെ 6 ആംപിയേഴ്സ് ആണ് 6. നൗ ടെൽ മീ അബ്സോർപ്ഷൻ ആണോ ഡെലിവറി ആണോ? അബ്സോർപ്ഷൻ ആണോ ഡെലിവറി ആണോ? കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പ്ലസ് ടു മൈനസ് റൈറ്റ്. സോ അഗെയിൻ യെസ് ഓർ നോ അബ്സോർപ്ഷൻ അല്ലേ? അബ്സോർപ്ഷൻ. ഓക്കെ, അബ്സോർപ്ഷൻ ആണ്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ കറണ്ട് സോഴ്സ്? വാട്ട് അബൌട്ട് ദ കറണ്ട് സോഴ്സ് നോക്കിക്കേ, വാട്ട് അബൌട്ട് ദ കറണ്ട് സോഴ്സ്? വോൾട്ടേജ് എത്രയാണ് 8 വോൾട്ട് ആണ്. കറണ്ട് എത്രയാണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് കറണ്ട് സോഴ്സ് ഇസ് 1 റൈറ്റ്. സോ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആണ് റൈറ്റ്. സോ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞേ ഇറ്റ് ഈസ് ഡെലിവറി റൈറ്റ്. ഇറ്റ് ഈസ് ഡെലിവറി. ഇറ്റ് ഈസ് ഡെലിവറി. ഓക്കെ, സോ നോക്കിക്കോണം ഇത് രണ്ടും, അതായത് ഇവർ രണ്ടുപേരും പവർ ഡെലിവർ ചെയ്യുവാണ്. ഓക്കെ, ഇത് രണ്ടും ഡെലിവർ ചെയ്യുവാണ്. നോക്കിക്കേ, ഇവർ രണ്ടുപേരും പവർ അബ്സോർബ് ചെയ്യുവാണ്. നോക്കിക്കേ, ദിസ് ഇസ് 60 ആൻഡ് ദിസ് ഇസ് 48. ഓക്കെ, ദിസ് ഇസ് 48 ആൻഡ് ദിസ് ഇസ് 60. ഓക്കെ, 60 വാട്ട് ആൻഡ് 48 വാട്ട്. നോക്കിക്കേ പവർ ഡെലിവറി എത്രയാണ്? നോക്കിക്കേ 100 വാട്ട് പ്ലസ് 8 വാട്ട്. നോക്കിക്കേ ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കിക്കേ 100 പ്ലസ് 8 108 വാട്ട്സ്. 108 വാട്ട്സ് ഡെലിവർ ചെയ്യുവാണ്. ഓക്കെ, ഇവ രണ്ടുപേരും അബ്സോർബ് ചെയ്യുന്ന പവർ നോക്കിക്കേ 48 പ്ലസ് 60 എത്രയാണ്? 108 വാട്ട്സ് അബ്സോർബ് ചെയ്യുവാണ് റൈറ്റ്. 108 വാട്ട്സ് അബ്സോർബ് ചെയ്യുവാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് പാസീവ് സൈൻ കൺവെൻഷൻ. ഈസി ആയിട്ട് നോക്കിക്കേ, ഞാൻ പറഞ്ഞു നെറ്റ്വർക്ക് തിയറിൻ്റെ എൻറ്റയർ കോഴ്സ് ഇസ് അബൌട്ട് ഫൈൻഡിങ് ടു വേരിയബിൾസ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, വോൾട്ടേജും കറണ്ടും. ലിസൺ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വരെ. ഓക്കെ, നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിച്ചോളൂ. ടുഡേസ് ക്ലാസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പൊലാരിറ്റീസും വോൾട്ടേജ് പൊലാരിറ്റീസും കറണ്ട് ഡയറക്ഷനും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോംവർക്ക് പ്രോബ്ലംസിനകത്ത് അവസാനത്തെ പ്രോബ്ലം ചെയ്യേണ്ട കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഈ 4 പ്രോബ്ലംസ് മാത്രം ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ എന്നോട് ചോദിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സാം ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് 45 മിനിറ്റ്സ് എക്സാം ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.